അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മിസ്ബാഹ് ബാഫി ഉസ്താദ് അവറുകൾ വളരെ മനോഹരമായ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ ചരിത്രങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എതിരാളികളുടെ ഗതികേടും വളരെ കൃത്യമായി തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഈ ഗതികേടിന്റെ ആകത്തുക എന്ന് പറയുന്നത് വ്യാജനിൽ തുടങ്ങി വ്യാജനിൽ നടന്ന് വ്യാജമായതൊക്കെ ചെയ്ത് അവസാനം ലോകവ്യാജൻ എന്ന പേര് വരെ നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം. വ്യാജന്റെ പര്യായമായി മാറി എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി. നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ വ്യാജം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ കാക്കാനെയാണ് ഓർമ്മ വരിക, അല്ലേ? അങ്ങനെയുണ്ട്, ചില വാക്കുകൾക്ക് അങ്ങനെയുണ്ട്. വ്യാജൻ എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് ഈ കാക്കാനെ ഓർമ്മ വരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. ഇതൊരു വല്ലാത്ത ഒരു സംഭവമാണല്ലോ. അതൊരു ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്, അല്ലേ? നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരാൾ ഓർമ്മ വരും. അപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ചൊക്കെ, നിങ്ങൾ സ്വപ്നം എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് എന്താ ഓർമ്മ വരിക? സ്വപ്നം എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് ആരെ ഓർമ്മ വരിക? ഇയാൾ ഓർമ്മ വരും, പകരനെ ഓർമ്മ വരും. അങ്ങനെ ഒരു അവസ്ഥ. ഒരാൾക്ക് വ്യാജം എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്ക് നമുക്ക് കാന്തപുരത്തെ ഓർമ്മ വരുന്നൊരവസ്ഥ. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നും അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ സ്ഥാപിതമായ ഒരു സംഘടനക്ക് അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ഫിത്നയുണ്ടാക്കി, അതിൽ കടന്നുകൂടി ഫിത്നയുണ്ടാക്കി. സംഘടനയിൽ കടക്കുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ രൂപീകൃതമായ സംഘടനയിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാൻ ഏറ്റവും നല്ലത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇടയിൽ കയറലാണ് എന്ന് വിശ്വസിച്ചു. എന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കയറിക്കൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ഫിത്നകൾ ഉണ്ടാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്കൊക്കെ എതിരെ ഫിത്ന. കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വം അത് ശരിയല്ല, ഷംസുൽ ഉലമ മഹാനവറുകൾ അത്ര ശരിയല്ല, കെ ഉസ്താദ് അവറുകൾ ശരിയല്ല. ആകെ ശരി മൂപ്പര് മാത്രം. ആകെ ശരി എന്ന് പറയുന്നത് മൂപ്പര് മാത്രം എന്ന നിലക്ക് ആളുകളെ, തന്റെ കുറെ ആളുകളെ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു ശ്രമം മൂപ്പര് നടത്തി. മഹാനായ കണ്ണിയത്ത് ഉസ്താദും മഹാനായ ഷംസുൽ ഉലമയും തെറ്റായിരുന്നു എന്നാണ് അദ്ദേഹം ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അത് അല്പമെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രമായ പ്രഭാഷണങ്ങളെ കൊണ്ട് പല പാവപ്പെട്ട ആളുകളെയും വിശ്വസിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അതിന് മറ്റേ സഹായം ഉണ്ടായിട്ടുണ്ടാവും. 7000 അല്ലെ 700 കുട്ടികൾക്ക് ദർസ് നടത്തുന്ന മൂല്യർക്ക് 70,000 കുട്ടികൾക്ക് ദർസ് നടത്തിയുന്ന മൂല്യരുണ്ടല്ലോ. മൂപ്പര സഹായം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ടാവും. മറ്റേ നീണ്ടവൻ, ഈ നീണ്ടവന് ആ നീണ്ടവന്റെ സഹായം ധാരാളമായി ഉണ്ടായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം അത്യാവശ്യമൊക്കെ നല്ല നിലയിൽ നടന്നു എന്ന് അദ്ദേഹത്തിന് സമാധാനിക്കാം. അത്യാവശ്യമൊക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാക്കി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ സമാന്തരം രൂപീകരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെതിരെ സമാന്തര പ്രസിഡന്റ്, വ്യാജ പ്രസിഡന്റ് വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ മറ്റൊരു ജനറൽ സെക്രട്ടറി. ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അത് വളരെ ഒരു ദിവസം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹലോ, വലൈക്കും അസ്സലാം. ഞാൻ നേരത്തെ എപ്പോൾ ക്ലാസ്സിലാണ്. പിന്നെ നമ്മള്
ഞാൻ ഇപ്പൊ ക്ലാസ്സിലാണ്, ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട്. നമ്മൾ ഏത് മൂല്യരാണ്? മറ്റേ എന്താണ് ആ കിതാബിന്റെ പേര്? സമസ്ത കേരള ജമിയ ഷംസുൽ കണ്ണിയത്ത് ഉസ്താദ് എന്ത്? എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. റിസ്കുൽ അസ്ഫിയാഹ് അല്ലേ? കോടമ്പുഴ ബാവമുസ്ലിയാർ ഒരു അറബി പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ്. ഓക്കെ, താങ്ക് യു. ബഹുമാനപ്പെട്ട ഉസ്താദാണ് നമുക്ക് ആ ലിങ്ക് അയച്ചത്. അതില് ഈ കോടമ്പുഴ എഴുതിയ ഒരു പ്രശ്നം, കോടമ്പുഴ ബാവ മുസ്ലിയാര് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ അത് അയച്ചു തന്നിരുന്നു. ഞാനത് പെട്ടെന്ന് എന്റെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആ പുസ്തകത്തില് അദ്ദേഹം എഴുതിയ ഒരു കിതാബാണ്. ആ കിതാബ് റിസ്കുൽ അസ്ഫിയാഹ് എന്നുള്ള ഈ കിതാബിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് വളരെ മനോഹരമായ ചില വാക്കുകളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് പോലും, വിരോധമല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് അദ്ദേഹം, നമുക്ക് എതിർപ്പില്ല. അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ പേര് കൊടുത്തിരിക്കണം ആകെ കണ്ണിയത്ത് ഉസ്താദാണ്. അതാണ് ഏറ്റവും വലിയ രസം. അത് വായിക്കാൻ മാത്രമുണ്ട്. പക്ഷെ അത് ആ അറബി ഞാനിപ്പോ മുപ്പത് അയച്ചു തന്നിരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഞാനത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരാരെങ്കിലും തന്നെ അത് വായിച്ചു തരും. എവിടെയാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്? അത് പോയാലോ, ഇതിലില്ല. ഞാനത് പിന്നെ എന്റെ ഏതെങ്കിലും ഒരു ഫയലിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാനത് എടുത്തിട്ട് ഞാനത്, അല്ലെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും അത് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ഓൺലൈനിൽ വരുന്ന സമയത്ത് MT അബൂബക്കർ ദാരിമി ഉസ്താദ് കൃത്യമായി അത് വായിച്ചു തരും. അത് വളരെ പിന്നെ രസകരമായൊരു വാക്കുകളാണ് അതിലുള്ളത്. മൂപ്പര് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ്. കണ്ണിയത്ത് ഉസ്താദാകട്ടെ സമസ്ത കണ്ണിയത്ത് ഉസ്താദ് തരീഫു ബി അല്ലഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. വകാന ഷെയ്ഖ് അഹമ്മദ് കണ്ണിയത്ത് റഹ്മത്തുള്ള ഷെയ്ഖുൽ മശായിഖ് വൽ ഉസ്താദുൽ അസാത്തീദ് വസദറുൽ മുത്തഖീന ബിലാദി മലബാർ കമാ കാന റഈസു ജമിയത്തുൽ ഉലമാഇൽ മുസ്ലിമീൻ വിലായ് കേരള. ജമിയത്തുൽ ഉലമായി സുന്നിയ വിവിലായത്ത് കേരള. അതായത് സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ്. ആര്? സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ഷെയ്ഖുൽ മശായിഖായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് ഇത്രയാള്. ആര്? കോടമ്പഴ ബാവ മുസ്ലിയാര്, സുന്നി ജമിയത്തുൽ ഉലമ. ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞാല് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ ശിഷ്യനാണ്, അല്ലെങ്കിൽ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു ഇവരെ പ്രസിഡന്റ് എന്ന് പറയാൻ പോലും തയ്യാറാവില്ലല്ലോ അല്ലെ? ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ പ്രസിഡന്റായിട്ട് അംഗീകരിച്ചിട്ടില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ, ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ ഇതിന്റെ സ്ഥാപക, ഈ സുന്നി ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളാ. 1989 മുതൽ ഇയാൾ അതിനൊക്കെ ശേഷം എഴുതിയ പുസ്തകമാണിത്. സുന്നി ജമിയത്തുൽ ഉലമ രൂപീകരിച്ച ശേഷം എഴുതിയതാ. ഈ സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതാവായി ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ അവർ തന്നെ പരിചയപ്പെടുത്തുന്നില്ല. അവർ തന്നെ കേരളാരി സമസ്ത സുന്നിയല്ലേ, ഓരോ സംഘടനക്ക് ഓരോ പേരുണ്ടാവും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നതിന്റെ പേര്. ഓരോ സംഘടനക്ക് ഓരോ പേരുണ്ടാവും. നിങ്ങളെ സംഘടനക്ക് നിങ്ങളുടെ പേരാണ് സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പുറത്ത് പറയുന്നത് മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അങ്ങനെ നിങ്ങളെ ഏർപ്പാട് പറയുന്നതൊന്നും കേരള സ്റ്റേറ്റ് പിന്നെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ നിങ്ങൾ പറയല് ഒരു സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷനാണ്, KSSF ആണ് അല്ലേ? അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ വേറെ ഉണ്ടായില്ല. അത് കാരണം അതിൽ സാധ്യമില്ല. അതിൽ ഏറ്റവും കുറച്ച് ആൾക്കാരുമാണ്. അത് ഏറ്റവും വലിയ രസം. ഇതൊക്കെ ലോക്കൽ ആൾക്കാരാണ്, സ്റ്റേറ്റ് നേതാക്കന്മാര്. മറ്റൊരു കേന്ദ്ര നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതില് ഈ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ ഇവരൊന്നുമില്ല. അപ്പൊ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ ഇവരെ നേതാവായി അംഗീകരിക്കാൻ ഇവർ തന്നെ തയ്യാറാകുന്നില്ല. കാരണം ഭാവിയിൽ ഇദ്ദേഹത്തെ പഠിക്കുന്ന കുട്ടികൾ ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു വ്യാജന്റെ ശിഷ്യനായിരുന്നു, ഒരു വ്യാജ പ്രസിഡന്റിന്റെ ശിഷ്യനായിരുന്നു എന്ന് ഭാവിയിലെ തലമുറ
മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് കൊടുക്കുന്നത്. അതോടെ നോക്കണങ്ങള്, കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് കൊടുക്കണതാ. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു എന്നും ആ കണ്ണിയത്ത് ഉസ്താദ് വലിയ ഷെയ്ഖുൽ മശായിഖും ഉസ്താദുൽ അസാത്തീദും ഒക്കെ ആയിരുന്നു, ആ മഹാനവരുടെ ശിഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കിതാബ് എഴുതിയിട്ടുള്ളത്. കിതാബ് എഴുതുക. ഈ കിതാബ് രചനയിൽ പോലും ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ എഴുതി ചേർത്ത് നാളെ അറബികൾക്കിടയിലും മറ്റുമൊക്കെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി 1926 മുതൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മെമ്പറാണ്. വളരെ പ്രശസ്തനാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളുടെ അംഗീകാരം ഏറ്റുവാങ്ങിയ മഹാനാണ് മഹാനവറുകൾ. അതുകൊണ്ട് മഹാനവറുകൾ നേതൃത്വം നൽകുന്ന സംഘടന, അതൊക്കെ ആഗ്രഹമാണ് ഇവരുത്. നമുക്ക് ഇവരോട് പറയാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ നിന്നുകൂടായിരുന്നു? ഈ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 1989 മുതൽ 2003 വരെയും കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ, 4 കൊല്ലം. കണ്ണിയത്ത് ഉസ്താദിനെ ആരും നീക്കിയില്ലല്ലോ. നിങ്ങളല്ലെങ്കിൽ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചപ്പോ നിങ്ങൾ പുതുക്കിയെന്നാ പറയുന്നത് ചില ആൾക്കാർ ഞങ്ങൾ പുറത്തു വന്ന് വേറെ ഉണ്ടാക്കിയാണ്. ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ പുതുക്കി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് എവിടെയായിരുന്നു നിങ്ങൾ പുതുക്കിയപ്പോ? അപ്പൊ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾക്ക് നിങ്ങൾ എന്ത് സ്ഥാനം കൊടുത്തു? മൈസൂർ പ്രസിഡന്റായിരുന്നു. അത് തുറന്നു പറയണ്ടേ? ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ നിങ്ങൾ തന്നെ കിതാബുകളിൽ അംഗീകരിക്കുന്നില്ല. ഇയാൾ വേണമെങ്കിൽ ശംസുൽ ഉലമ എഴുതാൻ ഈ പറയും, അന്ന് സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമയായിരുന്നു എഴുതുമ്പോണെങ്കിൽ മുത്തുവാണെങ്കിൽ എഴുതും. ശംസുൽ ഉലമ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന് വരും. അപ്പൊ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും അംഗീകരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ തന്നെ സത്യത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. ഇതൊക്കെ പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുക. ഇവരെ നടത്തുന്ന ഈ ചരിത്രത്തിനോട് ചെയ്യുന്ന ഈ വ്യഭിചാരം, ചരിത്ര സത്യങ്ങൾ വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾക്ക് വേറെ കണ്ണടക്കുക. ഈ കുരുത്തം കെട്ട സംഘടനക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കുരുത്തക്കേടിന്റെ ഫലമായി രൂപീകരിച്ച ഈ സംഘടനക്ക് മഹാനവറുകളുടെ പേര് എഴുതി ചേർക്കുക. എത്രമാത്രം അബദ്ധാണത്? എത്രമാത്രം അബദ്ധാണ്? ഇത്രമാത്രം കളവ് പറഞ്ഞുകൊണ്ട് ഇവരുടെ രചനകൾ പോലും പരിപൂർണമായിട്ടും കളവ്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഫോട്ടോ കംപ്ലീറ്റ് കിതാബിന്റെ പേജുകളും കിതാബും ഒക്കെ നമ്മുടെ കൈകളിലുണ്ട്. ഇവർക്ക് കൈ എഴുതാൻ കഴിയില്ല. അപ്പൊ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ കുറച്ചായിട്ട് വിളിക്കാം. തിരക്കില്ല. ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ ഇവർക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് എന്ന് അതിന്റെ പ്രധാന കാരണങ്ങൾ എന്താ? കണ്ണിയത്ത് ഉസ്താദിനെതിരെ പ്രസിഡന്റായിരുന്നില്ലതാണ്. കാരണം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതാണ് പ്രസിഡന്റായിട്ട് ആളുകൾ എന്ന് വെച്ചിട്ട് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ സമസ്ത പ്രസിഡന്റാണ് നടക്കണ്ടല്ലോ കണ്ണിയത്ത് ഉസ്താദിനോട് എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് അപ്പൊ പറഞ്ഞത്രേ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് നിലക്ക് നിങ്ങൾ ആരെയും ബഹുമാനിക്കണ്ട, എന്നെ മാത്രം ബഹുമാനിച്ചാൽ മതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ആരെയും അംഗീകരിക്കണ്ട, എന്നെ മാത്രം അംഗീകരിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എപ്പോഴും പറയുമായിരുന്നു. സത്യത്തിൽ ഇവരുടെ കൈകളിൽ ഇവർക്ക് തന്നെ അങ്ങനെ എഴുതേണ്ടി വന്നു. അതൊരു കൈപ്പിഴന്നല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് കൃത്യമായി സയ്യിദോ അല്ലെങ്കിൽ ഒരു പേര് എഴുതിയപ്പോ മാറിയതെന്നല്ല. അഹമ്മദ് മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തന്നെ എഴുതി വെച്ചു. ഒന്നാലോചിക്കണങ്ങള് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോ ഇത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, അവരുടെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും പറഞ്ഞാൽ നാളെ ഭാവിയിൽ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയും ഇത് വ്യാജന്മാരായിരുന്നു. ഇവരെക്കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ ഇവർ വ്യാജന്മാരായിരുന്നു, ഇവരുടെ വ്യാജമുടി കൊണ്ടുവന്നവരായിരുന്നു, വ്യാജമുടിക്ക് കൂട്ടുനിന്നവരായിരുന്നു. ഇപ്പോ പ്രിയപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രായത്തെയും പക്വതയെയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും ഒക്കെ വളരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ വളരെ ആദരവോടുകൂടി നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? എന്റെ സംഘടനയിൽ പറയുന്ന ആളുകളൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരും അവർ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ പറയണത്? പുതിയ ക്ലിപ്പുകൾ കണ്ടോ? പുതിയ ക്ലിപ്പ് മലബാർ ന്യൂസിലെ ക്ലിപ്പുകൾ വായിച്ചു കേട്ടോ? ഇവിടെ നമ്മളെ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചിരുന്നത് മലബാർ വാഫി ഉസ്താദ് അത് പ്രദർശിപ്പിച്ച നമ്മളെ ക്ലാസ് റൂമിൽ മലബാറിലെ അവർ വായിച്ച അത് കേൾക്കാൻ മാത്രമുണ്ട്. അതിൽ നൗഷാദ് അഹസനിക്കെതിരെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ പറയുന്ന 2-3 വാക്കുകളുണ്ട്. എന്റെ സംഘടനയിൽ ഒരു ഭിന്നിപ്പില്ല, എന്റെ സംഘടനയിൽ എന്റെ ആളുകൾ പറയുന്നത് മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എത്രമാത്രം അബദ്ധമാണ് മൂപ്പര് പറയുന്നത്?
അല്ലേ? മൂപ്പരുടെ സംഘടനയിലുള്ള ആളുകളെ മുഴുവൻ മൂപ്പര് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആരാണ് മൂപ്പര സംഘടനയിലുള്ളത്? ഈ സംഘടനയിലുള്ള ആളുകള് അവിടെ എത്തിയല്ലോ. റിസ്ഖുൽ അസ്ഫിയ അല്ലേ എന്ന പുസ്തകത്തിൽ കണ്ണിയത്ത് ഉസ്താദിനെ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. അമീർ സാഹിബ് അയച്ചിട്ടുണ്ട്. അമീർ സാഹിബ് അതിലത് പ്രദർശിപ്പിക്കുകളെ ആ കിതാബും ആ ഇബാറത്തൊന്ന് പ്രദർശിപ്പിക്കുക. ആ കിതാബിന്റെ ഫോട്ടോസ് പിന്നെ അതിന്റെ മറ്റതും ഒന്ന് ഇതിലൊന്ന് നമ്മളെ ക്ലാസ് റൂമിൽ ഒന്ന് അതൊന്ന് നിങ്ങളൊന്ന് ഇടും. ഹലോ അമീർ സാഹിബേ, ഇസ്തിഖാമ വെക്കൂ. ആരെങ്കിലും ഒരാൾ വെക്കും. ഇസ്തിഖാമ ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, ഒന്ന് വെക്കും. ആളുകൾ കാണട്ടെ, വായിക്കട്ടെ. ഞാനൊക്കെ ഇപ്പൊ വായിച്ചു തരുന്നത് യാ റബ്ബി, അതും ഹർക്കത്തുമില്ല. പിന്നെന്താ ചെയ്യാ? വായിച്ചത് മനസ്സിലായിട്ടുണ്ടോ? കാര്യം വായിച്ചത് വ്യക്തമായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാര്യം ഏകദേശം പിടുത്തം കിട്ടിയില്ലേ? ഞാനൊക്കെ വായിച്ചർത്ഥം വെച്ചാൽ തേരോടിന്റെ മാതിരി ഉണ്ടാവും അല്ലേ? ഞാൻ വായിച്ച സംഭവം നിങ്ങൾക്ക് അത് കുറച്ചെങ്കിലും മനസ്സിലായോ കാര്യം? ഞാനും പേരോടൊക്കെ അറബി പറയാൻ തുടങ്ങിയാലേ ഇസ്തിഖാമെന്ന് വായിച്ചാണ് ഞാൻ വായിച്ചത്. ഞാൻ മെല്ലെ വായിച്ചത്, കാരണം തെറ്റണ്ടാന്ന് കരുതിയിട്ട്. അപ്പൊ അതുകൊണ്ട് അതെ ഇസ്തിഖാമെന്ന് വായിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഓക്കെ. وكان الشيخ أحمد الكنيات رحمه الله شيخ المشايخ وأستاذ الأساتذة وصدر المفتين ببلاد مليبار كما كان رئيس جمعية العلماء السنيين لعموم കേരള. അങ്ങനെയുള്ളത് അർത്ഥം. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് വലിയ ഷെയ്ഖായിരുന്നു, ഉസ്താദുമാരുടെയൊക്കെ ഉസ്താദായിരുന്നു. അതുപോലെ വലിയ മുഫ്തിയായിരുന്നു. സദറുൽ മുഫ്തീൻ എന്നാണ്. പിന്നെ ബിബിലാദി മലബാർ, മലബാറിലെ മുഫ്തികളുടെ നേതാവായിരുന്നു. കമാ കാന റഈസ് ജമഇയ്യത്തുൽ ഉലമ സുന്നിയീൻ ബി വിലായത്തി കേരള, സമസ്ത കേരള സുന്നി ജമഇയ്യത്തുൽ ഉലമയുടെ റഈസും ആയിരുന്നു. അങ്ങനെയാണ് കൊടമ്പുഴ ബാവ മുസ്ലിയാരുടെ പിന്നെ എന്താണ് റിസ്ഖുൽ അസ്ഫിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ മുഅല്ലിഫിനെ പരിചയപ്പെടുന്ന സമയത്ത് താരീഫ് ബിൽ മുഅല്ലിഫ് പരിചയപ്പെടുന്നിടത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൈക്ക് റിലീസ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ പുഴു അടിച്ചിട്ടാണ് ഇവർ ജീവിച്ചു പോണത്. പുറത്തിറങ്ങി ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്ത ആൾക്കാരാണ്, കണ്ണിയത്ത് ഉസ്താദാണ് ഞങ്ങളെ കണ്ണിയത്ത് ഉസ്താദ് എന്ന് പ്രസിഡന്റ്, കണ്ണിയത്ത് ഉസ്താദിന്റെ ആൾക്കാരാണ്, ഷംസുൽ ഉലമന്റെ ആൾക്കാരാണ്. കേട്ടിമാൻ ഉസ്താദ് കേട്ടിമാൻ ഉസ്താദ് ഞങ്ങളെ സ്വന്തം ആളായിരുന്നു. നാട്ടിക ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിക ഉസ്താദ് തന്നെയായിരുന്നു നമ്മളത്. ഈ രൂപത്തിൽ നമ്മളെ ഉസ്താദുമാരെയും ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടാണ് ഇവർ ഓരോ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യാറ്, എല്ലാ പിരിവും നടത്താറ്, എല്ലാ തട്ടിപ്പും നടത്താറ്. കാരണം അവർക്ക് തന്നെ അറിയും, അവരുടെ നമ്മളല്ലേ അവന്റെ മോന്ത കണ്ട പട്ടി കഞ്ഞുടിച്ചൂല, നമ്മൾ സാധാരണ ഒരു പറച്ചിലുണ്ടല്ലോ, ഓന്റെ മോന്ത കണ്ട പട്ടി കഞ്ഞുടിച്ചൂല. അതുപോലെ ഇവരുടെയൊക്കെ പേര് കേട്ടാൽ ഒന്നും കിട്ടൂല, ആട്ടും തുപ്പും മാത്രമായിരിക്കും ബാക്കി എന്ന് അവർക്ക് തന്നെ കൃത്യമായി അറിയും. ഇതുകൊണ്ടാണ് ഈ ആളുകൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകളൊന്നും ഇവരുടെ പുസ്തകങ്ങളിൽ കൊടുക്കാത്തത്. അല്ലെങ്കിൽ പറഞ്ഞൂടെ, ഞാൻ ഷെയ്ഖുൽ മഷായിഖ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെ നേതാവാണ്, അദ്ദേഹം നേതാവായ സംഘടന മെമ്പറാണ്, ഇങ്ങനെയൊക്കെ എഴുതാലോ അല്ലേ? അങ്ങനെയൊക്കെ എഴുതാലോ. അതിന് ബദല് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നേതാവായ സംഘടനയിൽ അംഗമാണ്, കണ്ണിയത്ത് ഉസ്താദ് ആയിരുന്നു ഞങ്ങളെ പ്രസിഡന്റ്, ഞങ്ങൾ രൂപീകരിച്ച സംഘടനയുടെ പ്രസിഡന്റ്. അപ്പൊ ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ ആരായിരുന്നു? ഡമ്മിയോ? ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എപ്പോഴും ഒരു കട്ടകളിയുടെ സ്ഥാനം മാത്രമാണോ? ആദ്യം ജലീൽ സക്കാഫി ആയിക്കോട്ടെ അല്ലേ? താഹിർ സക്കാഫിയുടെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഈ മറ്റേ ലൈവിന് ശേഷം വെക്കാം, അല്ലെങ്കിൽ നാളെ കാക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട.
താഹിർ സക്കാഫി ഏകദേശം 1 മണിക്കൂറോളം താഹിർ സക്കാഫിയുടെ ഫുള്ള് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഇവിടെ ഇപ്പോ ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്തേക്ക് നമുക്ക് അത് മാറ്റിവെക്കാം. അപ്പോ ഈ സമയത്തത് ഇപ്പോ ഏതാ നല്ലത്? താഹിർ സക്കാഫിയുടെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീളല്ലേ ക്ലിപ്പാണ് തോന്നുന്നു. അതിപ്പോ പെട്ടാൽ എന്തായാലും ആയിക്കോട്ടെ, മറ്റേത് ചെറിയ ക്ലിപ്പാണ് ആയിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും പരമാവധി ആളുകളെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. ആ ക്ലിപ്പ് പിന്നെ അദ്ദേഹവുമായി ബഹുമാനപ്പെട്ട അതിനിപ്പോ നമുക്ക് സമയമല്ല. അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സമയം നമുക്ക് മുമ്പിലില്ല. അതെ, ആദ്യം ജലീൽ സക്കാഫി ശംസുൽ ഉലമക്കെതിരെ പറയുന്ന ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കി. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ജലീൽ സക്കാഫിയുമായി ഇന്ന് നടത്തിയ അഭിമുഖം, ജലീൽ സക്കാഫി കേരള ഇസ്ലാമിക് ക്ലാസ് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് നൽകിയ അഭിമുഖം നിങ്ങൾക്കൊന്ന് കേൾക്കാം. അങ്ങനെയല്ല മറ്റൊരു പറയല് അല്ലേ? നമ്മളാൾക്കാർ ആരെങ്കിലും വിളിച്ചിട്ട് 2 വാക്ക് ചോദിച്ചിട്ട് അല്ല എന്താ നിങ്ങളെ അഭിപ്രായം, നമ്മൾ കൃത്യ അഭിപ്രായമാണ് പറയും. എന്നാൽ ഇപ്പോൾ മലബാർ ക്ലാസ് റൂമിന് നൽകിയ മലബാർ വാർത്തകൾക്ക് നൽകിയ വിശദീകരണം ഇപ്പൊ കേൾക്കാറിയില്ലേ? അതുമാതിരി നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിച്ചാൽ ആദ്യം നിങ്ങൾ മൂപ്പര പഴയൊരു ക്ലിപ്പ് ഒന്ന് കേൾക്കും, എന്നിട്ട് ആളെന്ന് പരിചയപ്പെടും, എന്നാലും അതിന്റെ രസം ഉണ്ടാവുള്ളൂ. എന്തായിരുന്നു അത്യുഷ്ടമായ സാഹചര്യം? സഹോദരന്മാരെ, ഉസ്താദിന്റെ വ്യക്തിത്വത്തെയും ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയുടെ മുന്നേറ്റത്തെയും തടയിടാൻ ശ്രമിക്കുന്നവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അദ്ദേഹം ശ്രമിക്കുന്നവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തിന്റെ ആഹാരം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന ആ മഹാപണ്ഡിതന് ശേഷം അദ്ദേഹത്തിന്റെ 1000 അയലത്തെത്തുന്ന ആരും അപ്പുറത്തില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമയുള്ള കാലത്ത് തോൽക്കാതെ അതിജയിച്ചൊരു പ്രസ്ഥാനത്തെ ഈ കാലത്ത് തോൽപ്പിക്കാനാവുമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ, ശംസുൽ ഉലമയുള്ള കാലത്ത് തോൽക്കാതെ അതിജയിച്ചൊരു പ്രസ്ഥാനത്തെ ഈ കാലത്ത് തോൽപ്പിക്കാനാവുമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ, ശംസുൽ ഉലമയുള്ള കാലത്ത് തോൽക്കാതെ അതിജയിച്ചൊരു പ്രസ്ഥാനത്തെ ഈ കാലത്ത് തോൽപ്പിക്കാനാവുമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് തീർച്ചയായും SYS-ഉം ആലോചിച്ചോക്കാ നിങ്ങൾ. അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തെ തടയിട്ടിരുന്നത്, അന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സം ശംസുൽ ഉലമയായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ശംസുൽ ഉലമയായിരുന്നു. എന്നിട്ട് ശംസുൽ ഉലമ തോൽപ്പിക്കാൻ ശ്രമിച്ച എന്നിട്ട് നടക്കാത്ത പ്രസ്ഥാനത്തെ ഇന്ന് തോൽപ്പിക്കാൻ ആരെക്കൊണ്ടെങ്കിലും കഴിയുമോ? എന്താ ചോദ്യം? ഭയങ്കര ചോദ്യമാണല്ലോ. ശംസുൽ ഉലമ തോൽപ്പിക്കാൻ, അപ്പൊ ശംസുൽ ഉലമ തോൽപ്പിക്കാൻ ശ്രമിച്ചോ? കുഞ്ഞാടുകളെ, ശംസുൽ ഉലമ നിങ്ങളെ ആളായിരുന്നു തന്നെ പറഞ്ഞപ്പോ നിങ്ങൾ അവനാന്റെ ആൾക്കാരെ അവനാനെ തോൽപ്പിക്കല? ഭയങ്കര സംഭവമാണല്ലോ അല്ലേ? ഇവരുടെ കഥ എന്നാലോചിക്കാണ്. എന്നിട്ട് ശംസുൽ ഉലമ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പേടിക്കാത്ത ആളുകളെ എന്താ ചെയ്തതെന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിന്റെ കറാമത്ത് എന്ന് പറയട്ടെ. പിന്നെ ഒരു ഒച്ചയും വിളിയിരുന്നു അവിടെ. എന്താ പാമ്പാന്ന് ചോദിച്ചു. പാമ്പല്ല ചോദിച്ചു. പിന്നെന്താ ചോദിച്ചു. ഒരു എലി ആയിക്കൂടി ഞാൻ പോയി എന്ന് പറഞ്ഞു. ഒരു എലി ചാടിയപ്പോഴേക്ക് അവരെ സമ്മേളനം അലങ്കോലപ്പെട്ടു. എന്നിട്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിന്റെ പറയാം, ഒരു എലി വന്നിട്ടാണോ നമ്മളെ പേടിപ്പിക്കുന്നത്? ശംസുൽ ഉലമ പേടിപ്പിച്ചിട്ട് പേടിക്കാത്ത പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ജലീൽ സക്കാഫിയുടെ പ്രഭാഷണം നിന്ന സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പ്രസംഗിക്കാൻ എണീറ്റ് നിന്നപ്പോ ഒരു എലി ചാടിക്കൊണ്ട് അവിടെ സമ്മേളനം തന്നെ കൊളാക്കിയും ആളുകൾ മുഴുവൻ ചാടി മണ്ടി. എന്താ കാര്യം? പാമ്പാണ്.
പേരോട് ചോദിച്ച പാമ്പല്ല പിന്നെന്താണ്, പിന്നെ ഒരു എലിക്ക് നമ്മൾ എത്രമാത്രം പേടിപ്പിക്കാൻ കഴിയുമോ അല്ലേ? ഈക്കേന്നാ പറഞ്ഞത്, നമ്മള് ശംസുലുലമ എന്ന് പറഞ്ഞാ ഒരു ഈക്കേന്നാ പറഞ്ഞത്. ശംസുലുലമ എന്ന് എപ്പോൾ ശംസുലുലമ എന്ന് പറഞ്ഞ ഒരു ഈക്കെ എന്ത് പറഞ്ഞത് ശംസുലുലമ തന്നെ. അത് ആ ഭാഗം കൂടി മാണിൽ കളിക്കുന്ന ഇൻഷാ അല്ലാഹ്. നിർമ്മിച്ചത് എവിടുന്നാണ് ആ പ്രസംഗം നടത്തിയത്? ഞാൻ പറയട്ടെ, മാഹിക്കാരന്റെ സമീപത്ത് പോയി അശ്വതി ഗസ്റ്റ് ഹൌസ് മാഹി, റൂം നമ്പർ 108, 19/8/2013 ഈ നമീമത്തുകാരനായ വ്യക്തി മറ്റ് ചിലരുടെ എന്താ പാമ്പ എലിയെ കണ്ടേരെങ്കിൽ ഇങ്ങനെ ഓടുന്നു. മറ്റ് ചിലരുടെ എന്താ പാമ്പ എലിയെ കണ്ടേരെങ്കിൽ ഇങ്ങനെ ഓടുന്നു. എന്തോ മനുഷ്യന്മാരാ എല്ലാവരോടെയും ചാവിട്ടേക്ക് പോകുന്നതാണ്. അതെ, എലിയെ കണ്ടേരെങ്കിൽ ഇങ്ങനെ ഓടുന്നു. എന്തോ മനുഷ്യന്മാരാ എല്ലാവരോടെയും ചാവിട്ടേക്ക് പോകുന്നതാണ്. അതെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാദൃശ്ചികാണ്, ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പൊ പേരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ എന്നെ പറ്റിയാണ്. എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു എലി വന്നു. അപ്പോ എന്നെ കുറിച്ചാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമീമത്തുകാരനൊക്കെ വിളിച്ച് എന്നെയാണ് പറയുന്നത്. അപ്പോഴൊരു എലി വന്നു. ഒരു വ്യക്തിയുടെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എലി വന്നപ്പോ എലി സുന്നിയായി മാറിയ ഈ വിഭാഗം, നേരത്തെ സുന്നിസം പറഞ്ഞതുപോലെ ഷംസുലുലമയെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്ത് അവകാശമുള്ളത് മൂപ്പർ ചോദിക്കുന്നുണ്ട്. അതിനിടയിലൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പുറത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളെ കൂട്ടത്തില് നമ്മൾ ഉറച്ചു പറയുന്നു ഷംസുലുലമയേക്കാൾ വലിയവർ ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പുറത്ത് അത്രയില്ല. ഷംസുലുലമ ഏൽപ്പിച്ചു പോയ ചെറുശ്ശേരി ഉസ്താദിന്റെ അയലത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളുമില്ല അപ്പുറത്ത്. പിന്നെ ആരയലത്ത് നിൽക്കാൻ പറ്റും? നമ്മളെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജിയുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന ആളുകളെ അതിലുള്ളൂ. ഏതായാലും ചർച്ച തുടരട്ടെ, വിശദീകരണം തുടരട്ടെ. ഞാൻ അതിനിടയിൽ സാന്ദർഭികമായതുകൊണ്ട് മൈക്കെടുത്ത എന്താണോ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതാണ് ശംസുലുലമയുടെ കറാമത്ത് എന്നാണ്. ശംസുലുലമ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പേടിക്കാത്ത ആളുകൾ ഒരു എലിയെ കൊണ്ട് അള്ളാഹു അവിടെ വെച്ച് തന്നെ പേടിപ്പിക്കുകയാണ്. പണ്ടൊക്കെ കുട്ടികൾ പറയില്ലേ, ഇപ്പത്തെ അപ്പക്കപ്പളയാണ്, ഇപ്പൊ അപ്പക്കപ്പളയാണ് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് എന്നാണ്. ഇതൊക്കെ ഇത്രയൊക്കെ ചിന്തിക്കാനുള്ള ഈ കാര്യത്തിൽ ആ വേദിയിൽ വെച്ചിട്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ത് പറഞ്ഞു? ശംസുലുലമ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പേടിക്കാത്തവരാണ് ഞങ്ങൾ അല്ലേ. പിന്നെയാണ് ഇവര് പേടിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ചെറിയൊരു എലിയെ കൊണ്ട് അവരെ പേടിപ്പിച്ചു. എന്ത് മനുഷ്യന്മാരാ ഞങ്ങള്? എന്നിട്ട് ചവിട്ടിക്കൊന്നാ പോലെ ഒരു എലിനെ കണ്ടിട്ട് ഞങ്ങൾ പേടിക്കണു. പേടിച്ചു നമ്മളല്ലല്ലോ പറയുന്നത്, നമ്മളല്ലല്ലോ പറഞ്ഞത്. പേരോട് ദ്രാമൻ സഖാഫി ആളുകളൊക്കെ പാടെ നീക്കുന്നത് അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കണം. അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കത് വിശദീകരിക്കാൻ കൂടുതൽ സമയമല്ല. അത് ശരിക്കും ശംസുലുലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ ദീർഘമായി വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ലൈവ് കറാമത്താണ്. ഈ രണ്ട് കാര്യമാണ് ഇതിലുള്ളത്. ഒന്ന്, ഇന്ന് ഈ വിഭാഗത്തിന് കറാമത്തും മഅ്ജിസത്തൊന്നും മുറിയിലാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രൂപം കൂടിയാണ് അതില്ലേ. വഫാത്തിന് ശേഷം വിലക്ക് ഇനി പേടിക്കണ്ടെന്ന് വില ഉള്ള അങ്ങനെയാണല്ലോ. അതായത് മരണപ്പെട്ടു പോയാൽ പിന്നെ ഓലെ പേടിക്കണ്ടെന്നാണല്ലോ. കാരണം പിന്നെ ഓർക്ക് കറാമത്തും മഅ്ജിസത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് വില വിശ്വാസം. അപ്പൊ ധൈര്യമായി പറഞ്ഞു നോക്കിയതേ കാരണം ഈ കറാമത്തും മഅ്ജിസത്തും പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട ശംസുലുലമനെ എന്നാണ്. ശംസുലുലമ വടിയെടുത്ത് വരികയല്ല വേണ്ടത്. അപ്പൊ തന്നെ ഒരു എലിക്കുട്ടി വന്നാൽ പോലും നിങ്ങൾ പേടിക്കും എന്ന് പൊതുജനത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക. പേടി തൂര്യന്മാരാണ് നിങ്ങളെന്ന് പറയില്ലേ, അത് കൃത്യമായി കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടായത്. ഒരു സമ്മേളനം തന്നെ കലങ്ങി അതോടുകൂടി. അതാണ് ശംസുലുലമ. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു മണിക്കൂറോളം വരുന്ന വലിയ ഒരു ക്ലിപ്പ് നമുക്ക് മുമ്പിലിടാനുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തഖബ്ബലല്ലാഹു ഉംറഹു മഹാനവറുകളുടെ വലിയ ഒരു വെളിപ്പെടുത്തുന്ന
കുറെ കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഇന്ന് ബഹ്റൈനിലുണ്ട്. ആ മഹാനവറുകൾ നമ്മുടെ വേദിയിൽ വരുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഈ ക്ലാസ് റൂം ഒരു ലൈവിലേക്ക് നീങ്ങും. അതിനു മുമ്പാണ് നമ്മൾ അതുകൊണ്ട് ചെറിയൊരു ക്ലിപ്പ് മാത്രം കാണും. ഒരു ഇരട്ടത്താപ്പ് നയം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ്, ഒരു ഡബിൾ ടങ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഇപ്പോൾ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇടാൻ പോകുന്നത്. മറ്റേ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ നടത്തുന്ന അദ്ദേഹം ചെയ്ത തൗബയും സംഘടനാ രംഗത്ത് സംഘടന ഇപ്പോ ഇതിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്നു എന്ന് പറയുന്നതും, അതുപോലെ തന്നെ പ്രവർത്തിച്ച കാലഘട്ടത്തെ മുൻകാലങ്ങളിൽ കൂലി കിട്ടുന്ന പ്രവർത്തനമായിരുന്നു, പക്ഷെ അടുത്ത കാലത്ത് പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന തൗബയുമൊക്കെ അടങ്ങുന്ന ഒരു സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ അവരുടെ വിഭജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു വലിയ ക്ലിപ്പ് നമുക്ക് മുമ്പിൽ വരാനുണ്ട്. അതിനു മുമ്പായി ഒരു മുൻ അധ്യക്ഷൻ, ഇയാൾ അധ്യക്ഷനാ ഈ ജലീൽ സഖാഫി ഇപ്പോ അവരെ പ്രസിഡന്റാ അത് മുൻ പ്രസിഡന്റോ? ഏതായാലും അത് നിങ്ങൾക്ക് കേൾക്കാം. അതുമായി ബന്ധപ്പെട്ട അവരുടെ ഈ ഒരു അവസ്ഥ നിങ്ങളത് കേൾക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി. മുൻ ഇപ്പൊ തൊട്ട് മുൻ അല്ലേ, ആ എലി വന്നപ്പോ ഒഴിവായതല്ലേ, എലിനെ പേടിച്ച് ഒഴിവായ ആളല്ലേ, ഇപ്പോ എലി വന്നതോടുകൂടി ഒഴിവായ ആളല്ലേ. നമ്മളെ ജലീൽ സഖാഫി എന്നാക്ക ചുരുക്കത്തിൽ അല്ലേ, ജലീൽ സഖാഫി നടത്തുന്ന ഒരു അഭിമുഖം. അതിനുശേഷം ഇൻഷാ അല്ലാഹ്, കാരണം ഇനിയിപ്പോ ഓരോ സന്ദർഭത്തോട് യോജിച്ച് പേരിടുകയാണെങ്കിൽ എങ്ങനെ നടന്നെന്ന് പറയാം, ഞാൻ ഇസ്മും മുസമ്മിയും ഒക്കെ ഉള്ളൂ അല്ലേ. ഇൻഷാ അല്ലാഹ് അത് കേൾക്കാം. ജലീൽ സഖാഫി. ഹലോ ഉസ്താദില്ലേ, ജലീൽ സഖാഫി ഉസ്താദല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാം. ജലീൽ സഖാഫി ഉസ്താദല്ലേ? ജലീൽ സഖാഫി അല്ലേ? ആണ്. തിരക്കില്ലെങ്കിൽ ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ടായിരുന്നു. നമ്മള് ഒരു മുസ്ലിം, എന്റെ പേര് മുഹമ്മദ് എന്നാണ്, ഞാൻ വിളിക്കുന്ന ഗൾഫിൽ നിന്നാണ്. പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ നബിസല്ലല്ലാഹു തങ്ങളുടെ പേരിൽ കളവ് പറയുന്നതിന്റെ ശരിക്കും വിധി എന്താണ്? ഒരു മുസ്ലിമായ മനുഷ്യൻ നബിസല്ലല്ലാഹു തങ്ങളുടെ പേരിൽ കളവ് പറയുന്നതിന്റെ വിധി എന്താണ് എന്നൊക്കെ. കളവ് പറഞ്ഞാൽ നരകത്തിൽ പോയിരിക്കുന്നല്ലേ ഹദീസുള്ളത്. ഹദീസ് വളരെ വ്യക്തല്ലേ. അത് അത് ആഖിറത്തിൽ അദ്ദേഹത്തിനുള്ള ശിക്ഷയാണ് നിങ്ങളിപ്പോ പറയുന്നത്. അപ്പൊ ദുനിയാവിലെ അദ്ദേഹത്തോട് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തല്ലേ? ദുനിയാവിലെ പേരില് കളവ് പറയാൻ പറഞ്ഞ വിദ്യാർത്ഥിന്റെ പാടില്ലേ? അത് വൻഭാവങ്ങളിൽ പെട്ടതാണോ? കളവ് പറയല് ഇപ്പൊ എന്താ പറയാ, റസൂലുള്ളാഹിന്റെ ഒരു കളവ് പറയൽ എന്തായാലും വലിയ വൻകുറ്റം തന്നെ. പിന്നെ അത്തരക്കാരെ നമ്മള് പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ? അങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്ന ജിദേഹത്ത് തന്നെയാണ്. ജിദേഹത്തുകാരെങ്ങനെ നമ്മൾ പിന്തുടർന്ന് നിസ്കരിക്കുക? അല്ല, അങ്ങനെയല്ല. അയാളെ ഇനിയിപ്പോ ആ കളവ് പറഞ്ഞതിന് ശേഷം പിന്നീട് തൗബ ചെയ്ത് എന്നോ മറ്റോ പറയുകയാണെങ്കിലോ? അങ്ങനാണെങ്കിൽ പിന്നെ നമുക്ക് ആളെ പരിഗണിച്ചല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാന് ഇങ്ങനെ എനിക്ക് ഉറപ്പില്ല, ഞാനിങ്ങനെ കേട്ടിരുന്നു. കാരണം മൗലു ആയ തങ്ങളുടെ പേരിൽ മൗലു നിർമ്മിച്ച ഒരാൾ പിന്നീട് സത്യം പറഞ്ഞാൽ പോലും സ്വീകരിക്കൂല എന്നാണ് അതിന്റെ ഉസൂലും ഞാൻ കേട്ടിരുന്നു. അയാളെന്താ പറഞ്ഞത്? അയാളെന്താ പറഞ്ഞത്? അല്ല, ഒരാള് തങ്ങളുടെ പേരിൽ ഒരു കളവ് പറഞ്ഞു. അയാള് കരുതിക്കൂട്ടി പറഞ്ഞതാണോ? ആ കരുതിക്കൂട്ടി തന്നെ പറഞ്ഞതാണ്. പറയാൻ കാരണം എന്താന്നാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരില് ഒരാളൊരു കാര്യം പറഞ്ഞു. അപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന ആളാണ് എന്നോട് ഇത് പറഞ്ഞത്, അല്ലെ എനിക്കിത് തന്നത് എന്ന് പറഞ്ഞാണ് മൂപ്പര് പറയുന്നത്.
അപ്പൊ മൂപ്പര് പറഞ്ഞ ആളെടുത്ത് ഞാൻ നേരിട്ട് പോയിട്ട് അന്വേഷിച്ചു. അപ്പൊ അങ്ങനെ ഒരാളെ പറ്റിയേ ഇയാൾക്കറിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാന് കാന്തപുരം ഉസ്താദിനൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു പണ്ട്. അപ്പോ ഈ മർക്കസിൽ തിരുകേശം എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നപ്പോ ഞാൻ അത് ഒരുപാട് ആദരിക്കുകയും, കാരണം റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്കല്ലേ, അതിനെ ബർക്കത്തൊക്കെ ചെയ്തു. പിന്നീട് ചില പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ പിന്നെ ഈ ഹാലുർ റാഫി നോക്കിയിട്ട് തന്നെ നമുക്ക് മൗദൂആത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആ ഒരു ഗണത്തിൽ വന്നപ്പോ ഞാന് ഉസ്താദ് കോട്ടക്കലിൽ വെച്ചിട്ട് നിങ്ങൾ കോട്ടക്കലിൽ ചിലപ്പോ അന്ന് പങ്കെടുത്തിട്ടുണ്ടാവും. 10,000 പണ്ഡിതന്മാരെ ഇരുത്തിയിട്ട് ഒരു പണ്ഡിത സമ്മേളനം വിളിച്ചിരുന്നു. ആ സമ്മേളനത്തില് കാന്തപുരം ഉസ്താദ് പിന്നെ അവിടെ ഈ ഷെയർ മുബാറക്കിന്റെ സെനതാണ് എന്ന് പറഞ്ഞിട്ടൊരു സെനത് വായിച്ചിരുന്നു. ആ സെനദില് ഉസ്താദ് ഉറുദുവിലുള്ള സെനത് വായിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തന്നത് മൗലാന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാല, അദ്ദേഹത്തിന് ഈ തിരുകേശം കൊടുത്തത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വിഷയം. ഞാൻ ജാലിയവാലിന്റെ നേരിട്ട് പോയി ചോദിച്ചു, ജാലിയവാലക്ക് ഈ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അരെ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ് ജിഷാൻ. ഞാന് നമുക്ക് നേരിട്ട് സംസാരിക്കട്ടെ, പോ സംസാരിക്കാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. അല്ല, ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും ഉസ്താദേ, ഒരു മിനിറ്റ്. വിഷയമല്ല, നമുക്ക് മുഖതാവരാണ് സംസാരിക്കാണ്. നിങ്ങളിപ്പോ അല്ല, ഞാനിപ്പോ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തിക്കോ. ഞാൻ നേരിട്ട് ചോദിച്ചു റസൂലുള്ളാഹിന്റെ പേരിൽ സംസാരിക്കാൻ നമുക്ക് മുഖതാവരം എന്താ സംസാരിക്കാം. ഞാന് സംസാരിക്കുന്ന ആളാരാണ് മനസ്സിലായിട്ടല്ലേ, അതാണ് വിഷയം. അല്ല, ഇത്രയും ഉസ്താദ് സംസാരിച്ചല്ലോ. ഇനിയിപ്പോ നിങ്ങൾ വ്യക്തമായി നിങ്ങൾ അറിയില്ലല്ലോ, നിങ്ങൾ എന്നോട് ആദ്യം അങ്ങനെ വിഷയം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ച് വേറെ സംസാരിക്ക് പല ആൾക്കാരും വിളിക്കാറുണ്ട്. ഞാനത് ഇപ്പൊ ഇസ്ലാമിന്റെ ഒരു വിധി, ജിഷാനൊരു വിധി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേറൊരു വിധി എന്നില്ലല്ലോ ഉസ്താദേ. അല്ല, അതല്ല, അത് എന്നെക്കാട്ടും അത് ആ വിഷയത്തിൽ എന്നോട് മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്, വേറെ പലരോടും സംസാരിച്ചല്ലേ, പിന്നെ എന്നോട് വിളിക്കേണ്ട ആവശ്യപ്പെടില്ല. അങ്ങനെയല്ല, ഞാനിപ്പോ നിങ്ങള് എന്നെ മാത്രമല്ല വിളിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ നിരന്തരം പല ആൾക്കാരും വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഏതെങ്കിലും ആവശ്യമില്ലല്ലോ. ഇത്ര നേരം നിങ്ങൾ മറുപടിയായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ജിഷാന എന്ന് പറഞ്ഞപ്പോ മാത്രം ഇനി എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ നേരെയില്ല എന്ന് പറയുന്ന ഒരു ശരിയില്ല ഉസ്താദ്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, 8 മിനിറ്റ്. ഞാൻ ഉസ്താദ് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് വെറുതെ എന്തിനാണ് ഞാൻ പറഞ്ഞെന്തറിയോ, സംസാരിക്കാം. ഞാൻ എന്താ ചെയ്യട്ടെ? വിഷയാനായതൊന്നും വിഷയം എന്താ വെച്ചാല് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളല്ല, അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്, എനിക്ക് എന്റെ നെസ്റ്റിന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനല്ല, അതില്ല വിഷയമല്ല. ജിഷാനോട് സംസാരില്ല, വേറെ ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നല്ല പറഞ്ഞു. നമ്മളൊന്ന് ഇടപെടട്ടെ. അല്ല, ഇതില് സക്കാഫിസ്താവേ, നമ്മളൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ കാര്യം പറഞ്ഞു കൊടുത്താ പോരെ അല്ലേ? ഇതിന്റെ സത്യം പറഞ്ഞു കൊടുത്താ പോലെ ജിഷാൻ നന്നാവൂലേ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തിരുകേശം എനിക്കൊരാൾ തന്നു, അയാൾക്ക് കൊടുത്ത ആൾ ഇങ്ങനെ ആളാണ്, അയാളെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാലും വിരോധമില്ല എന്നാണ് പറഞ്ഞാൽ പോലെ. എന്താ ബേജാറ്? അതിന് പറഞ്ഞ ബേജാറ് ഇതാണ്. ആദ്യം മൂപ്പർ പറഞ്ഞല്ലോ, സംഭവം നരകത്തിൽ പോകേണ്ടി വരും, അതിന് ഞാനില്ല എന്നാണ് ഈ പറയുന്നത്. വിഷയാനായതൊന്നും വിഷയം എന്താ വെച്ചാല് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളല്ല, അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്, എനിക്ക് എന്റെ നെസ്റ്റിന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനല്ല, അതില്ല വിഷയമല്ല. ജിഷാനോട് സംസാരില്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്താ പറഞ്ഞത്. അല്ല ഉസ്താദെ പോലെ എന്താ ഉസ്താദ് ഇങ്ങനെ? അതല്ല, അതൊരു ശരിയില്ല. ഇതൊരു അല്ല, അങ്ങനല്ല, എനിക്കൊരു താല്പര്യമില്ലാന്ന്. വെറുതെ എന്തിനാണ് നമ്മളൊരു പെണ്ണെന്ന ദിവസം വെറുതെ നമ്മുടെ സമയം എന്തിനാ വേസ്റ്റ് ആക്കണേ? ഇത്ര നേരങ്ങൾ ഒരു രണ്ട് അല്ല, നിക്ക് എന്തിനത്ര ബേജാറാണത്? എന്തൊക്കെ പറഞ്ഞ ക്ലിപ്പ് ആയാലെന്താ പ്രശ്നം? ഇപ്പൊ നമ്മോടിപ്പോ മുഹമ്മദ് രാമന്തളി സാഹിബ് താഴത്തുണ്ട്,
ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് അല്ല ഈ മുടിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മൂപ്പരെ അഭിപ്രായം പറയില്ല, ക്ലിപ്പാണ് നോക്കൂ. ഇപ്പൊ ജിഷാൻ ഞമ്മക്ക് വിളിക്കണേ, ജിഷാൻ ഞമ്മോട് പറഞ്ഞു മൂപ്പരെ ഫോണിലൊക്കെ ക്ലിപ്പാവും, നമ്മൾ വിളിച്ചാലും ക്ലിപ്പാവും, ആര് വിളിച്ചാലും ക്ലിപ്പാവും. മൂപ്പരത് അങ്ങനെ, മൂപ്പര് ആ സെറ്റിന്റെ പ്രത്യേകത അങ്ങനെ. എന്നിട്ട് വേണ്ടാത്തതായിരുന്നു ഒഴിവാക്കല. ഞാൻ മൂപ്പരോട് ചോദിക്കേണ്ടി ചെയ്തു, നിങ്ങൾ വേണ്ടതാ പിടിപ്പിക്കലെന്ന്. തമിഴ് സാഹിബേ, ഞാൻ മൂപ്പരോട് ചോദിച്ചു ജിഷാനോട്, നിങ്ങൾ വേണ്ടത് പിടിപ്പിക്കലാണോ? അപ്പൊ മൂപ്പരിനോട് മറുപടി പറഞ്ഞെന്താണോ, അങ്ങനെയല്ല, ഞാൻ എന്തെങ്കിലും ഒക്കെ പിടിക്കപ്പെടും, വേണ്ടാത്ത ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യലാണ്. അപ്പൊ ആ ജിഷാനോട് നമുക്ക് സംസാരിക്കുന്ന ബേജാറെന്തിനുണ്ടോ? നമുക്കറിയാം എപ്പോഴും ജിഷാന്റെ 24 hours ജിഷാന്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് ഒരു പിപ് 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 എന്നൊരു ശബ്ദം ഉണ്ടാവും. നമ്മൾ പറയുന്നത് മുഴുവൻ അതിൽ റെക്കോർഡാണ്. എന്നാലും മണിക്കൂർ കണക്കിന് നിങ്ങളും ഞാനും ജിഷാനൊക്കെ തമ്മിൽ സംസാരിക്കലില്ലേ അല്ലേ? ജിഷാൻ മുഹമ്മദ് ജിഷാൻ സാഹിബും മുഹമ്മദ് യാമന്തളി സാഹിബും ഞാനും ഒക്കെ മണിക്കൂർ കണക്കിന് നമ്മൾ പരസ്പരം സംസാരിക്കാറില്ലേ? നമ്മളെ ക്ലാസ് റൂമിൽ എത്രയോ ആളുകളോട് നിരന്തരമായി സംസാരിക്കാറില്ലേ? ഏത് വിഷയവും സംസാരിക്കാറില്ലേ? പുതിയ പുതിയ വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുക്കാറില്ലേ? നമ്മളുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കാറില്ലേ? പക്ഷെ നമുക്കൊരു ബേജാറെന്തല്ലാത്തത്, ക്ലിപ്പാകുന്നത് നമുക്ക് പ്രശ്നമില്ലാത്തത്. നമ്മൾ ഹക്കാ പറയുന്നത്, അത് ക്ലിപ്പായാൽ ക്ലിപ്പായി. അത് ആളുകൾ കേട്ട് സത്യം പറയുന്നതിനെ പേടിയും. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലെങ്കിൽ ഇയാൾ ഏപ്പിക്ക് അനുകൂലമായി പറഞ്ഞാൽ പോരുന്ന. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മൂപ്പര് പറയുന്നത് ക്ലിപ്പായാൽ സംഘടനന്റെ പുറത്താണ് നിൽക്കേണ്ടി വരും, സംഘടനന്റെ പുറത്ത് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ പറഞ്ഞാൽ പോലെ ഒരു കുഴപ്പമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനെ കളവ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞാൻ ആദ്യം പറഞ്ഞ നരകം എന്ന് പറയുന്നത് സത്യത്തിൽ സ്വർഗമാണെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ ആദ്യം പറഞ്ഞ നരകം എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ സീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോരെ. ഇങ്ങനെയൊക്കെ പറയാലോ. അതൊക്കെ പറയാൻ കഴിയാത്തത് എന്താ? ഇത് ഇയാളുടെ നാവ് കൊണ്ട് ഈ നേരിട്ട് വന്നാൽ ഞാൻ പറഞ്ഞുതരാം. നേരിട്ട് വന്നാൽ പിന്നെ ക്ലിപ്പാക്കാത്തപ്പോ ഞാൻ അമ്മക്കാർക്കും വിളിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അതാ തോന്നുന്നത്. അമ്മയോട് മൂപ്പര് തുറന്ന് പറഞ്ഞു തരും. കാരണം എന്താ, നമ്മൾ ഇത് ക്ലിപ്പാവൂലെന്ന് വെച്ച് മൂപ്പര് ഹക്ക് പറഞ്ഞു തരും. സംഭവം കഷ്ടം തന്നെ കേട്ടോ ആ ഏർപ്പാട്. അങ്ങനെ ജാലിയൻവാലക്ക് അയാൾ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സാധനം കൊണ്ടുവന്ന് അത് ഒറിജിനൽ ആവട്ടെ, ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ഒരു കളവ് ചെയ്ത് ചേർത്താൽ പരസ്പരം ബന്ധമില്ലാത്ത ആൾക്കാരെ എനിക്ക് ഓന്റേക്കൊന്ന് കിട്ടി, ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഏറ്റവും തമാശ അതൊന്നല്ല. ഈ മനുഷ്യന്മാര് ഈ പിന്നെ മുഹമ്മദ് പിന്നെ എന്താണ് അയാളുടെ പേര്, ഗുലാം മഹ്മൂദ് അല്ലെ, ഗുലാം മഹ്മൂദ് ബനാത്തു വാലി, എന്താ ഈ ഗുലാം മഹ്മൂദും മറ്റേ ജാലിയൻവാലിയും ഇവർ തമ്മിലുള്ള ബന്ധം അതാണ് ഏറ്റവും രസം. അവർ തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരം, അവര് തമ്മിൽ ഇയാൾക്ക് മുടി കിട്ടിയത് 40 കൊല്ലം മുമ്പാ. ഇയാൾ ചങ്ങായി അന്ന് പിന്നെ മുടി കൊടുക്കുന്ന ആൾക്ക് 20 വയസ്സൊന്ന് ആലോചിച്ചോക്കാൻ നിങ്ങൾ. 20 വയസ്സുള്ള ആളേക്കൊന്ന് 40, ഗുലാം അബ്ദുൽ ഖാദർ 20 വയസ്സുള്ള, നമ്മൾ ഈ ഗുലാബ് ജാമു എന്നൊക്കെ പറയണമായി 20 വയസ്സുള്ള, ഞാൻ അതാണ് ഓർമ്മിക്കല്, ഈ ഗുലാബ് ജാമിന്റെ പേര് ഓർമ്മിക്കല, ഇയാളെ പേര് ഓർമ്മിക്കാൻ. ഇത് ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവരെ രണ്ടാളെയും കണ്ട ഒരാളുണ്ട് നമ്മളെ ക്ലാസ് റൂമിൽ. ഇപ്പോ ഈ ജാലിയൻവാലിനെയും ഈ മറ്റേ വാലനെയും ഗുലാമും രണ്ടും പാടെ കണ്ട ഒരാള് നമ്മളെ ക്ലാസ് റൂമിൽ. ഇൻഷാ അല്ലാഹ് മൂപ്പര് കാര്യങ്ങൾ വിശദീകരിക്കും. അത് കൂടുതൽ മൂപ്പരെ പറയാൻ നല്ലത്, അവരെ തമ്മിൽ നേരിട്ട് കണ്ടപ്പോണ്ടായ അനുഭവം. അതെ, രാമന്തളി സാഹിബ് ഈ രണ്ട് മനുഷ്യന്മാര് എന്തുകൊണ്ടാണ് അവർ കണ്ടുമുട്ടിയത്? അപ്പോ ഈ ജാലിയൻവാല ആ പറഞ്ഞത് സത്യമാണ്. ഏറ്റവും തമ്മിൽ മാത്രമാണ് അതിൽ തെറ്റ്. നമ്മൾ രണ്ടാളെയും കണ്ടുമുട്ടിയത് കൊണ്ട് പിന്നെ സാക്ഷിമൊഴി വളരെ സത്യമായിരിക്കും. വളരെ രസകരമായ ഒരു സംഭവമാണത്. പലപ്പോഴും പറഞ്ഞതാണ്. നൗഷാദ് സാഹിബ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അത് വീണ്ടും വിശദീകരിക്കുന്നു. നൗഷാദ് സാഹിബിലേക്ക് തന്നെ വൈക്ക് തിരിച്ചു വരുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇവരുടെ കണക്ക് വളരെ രസകരം തന്നെയാണല്ലോ. കമറുലുലമയാണ് ഷെയ്ഖുന തന്നെ വിളിച്ചത്. ഏതായാലും നന്നായി, അയാൾക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയല്ലോ. ഏതായാലും പിന്നെ ഈ ജാലിയൻവാല എന്ന് പറഞ്ഞ മനുഷ്യനെ ഷെയ്ഖുന നിങ്ങൾ വിളിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഷെയ്ഖ് ജാലിയൻവാലയാണ്, അയാൾക്ക് ഫാത്തിഹ പോലും ഓതാനറിയില്ല. അതെ, സഫിയൂന പിന്നെ എന്താണ് ജാലിയൻവാല. ഫാത്തിഹ പോയിട്ട് അയാൾക്ക് ചായ കുടിക്കാനല്ലാതെ മറ്റൊരു ഇബാദത്തും അയാൾക്ക് ചെയ്യാറില്ല. നിസ്കരിക്കൂല്ല, ഒന്നുമില്ല, ഒരു ഏർപ്പാടുമില്ല. അയാൾ ഇഷ്ടം പോലെ ചായ കുടിക്കും, സിഗരറ്റ് വലിക്കും. പണ്ട് SKSFന്റെ അതിനിടയിൽ ഞാൻ സൂചിപ്പിക്കാണ്, SKSFന്റെ നേതാക്കള് പോയിട്ട് ഇയാളെ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അന്ന് അവിടെ പെൻ ക്യാം ഉണ്ടായിരുന്നു. പെൻ ക്യാമറ വെച്ചാണ് ചെയ്യാൻ പോയത്. ആ പെൻ ക്യാം അന്ന് പിടിക്കപ്പെട്ടു. അതിനകത്ത് കുറേ ദൃശ്യങ്ങളുണ്ടായിരുന്നു.
വേണമെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. ആ ദൃശ്യം ദുന്യാവിൽ ജാലിയവാല ഒരൊറ്റൊരാക്കേ കൊടുത്തിട്ടുള്ളൂ, അത് എനിക്കായിരുന്നു. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിൽ ആ സാധനമുണ്ട്. എസ്.കെ. സഫാരിനെ പിടിച്ചെടുത്താണല്ലോ. ഒരു നൗഷാദിന്റെ കയ്യിലുമില്ല, ആരുമില്ല, എല്ലാവർക്കും വേണ്ടി തന്നതായിരുന്നു. പക്ഷെ അതെന്റെ കയ്യിലെപ്പോൾ ഉള്ളത്. അഥവാ എസ്.കെ. സഫാരിക്ക് അവകാശപ്പെട്ട ആ വീഡിയോ എന്റെ കയ്യിലെത്തിയെന്നർത്ഥം. ആ ജാലിയവാല അയാള് ഈ സനദിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ രണ്ട് വ്യക്തികളിൽ ജാലിയവാല 72 വയസ്സിലേക്ക് കടന്നു. ജാലിയവാലക്ക് അയാളോട് ചോദിച്ചാൽ എല്ലാവരോടും പറയുന്ന ഒരു വർത്താനാണ്, 40 കൊല്ലം മുമ്പ് ഈ മുടി എനിക്ക് കിട്ടി. 40 കൊല്ലം മുമ്പ് മുടി കിട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പേരാണ്, ഒരു ജാലിയ ചേർത്ത് തന്നെയുള്ള ഒരു പേരാണ്. പക്ഷേ ഷെയ്ഖ് അബൂബക്കർ എന്ന നമ്മളെ പുതിയ അബൂബക്കർ ഉസ്താദ് അദ്ദേഹത്തിന്റെ സനദിൽ വായിച്ചിരിക്കുന്നത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയാണ്. ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്ക് ഞാൻ കാണുന്ന സമയത്ത് 27 വയസ്സാണ്. 27 വയസ്സുള്ള ആള്. ഈ 27 വയസ്സുകാരനായ ചെറുപ്പക്കാരനും സുമുഖനായ ചെറുപ്പക്കാരനും ഇയാളും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത് രണ്ടുപേരും പരസ്പരം പറയാറുണ്ട്. ആ രണ്ടുപേരുടെയും പരസ്പരമുള്ള പറച്ചിൽ കേട്ടപ്പോഴാണ് ഞാൻ അവസാനിപ്പിച്ചത് ഈ പരിപാടി. ഞാനിപ്പോഴും പറയാറില്ലേ പോസ്റ്റ്മാന്റെ കഥ, അതേ കഥ പോലെ തന്നെ രണ്ടാൾക്കും, ഒരാൾ അവിടുന്ന് എഴുതി എനിക്ക് സുഖം തന്നെ, ഇവിടെ മറ്റാൾക്ക് സുഖം തന്നെ, രണ്ടാൾക്കും സുഖം തന്നെ, എന്നാ പിന്നെ ഈ കാട് വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുക്കിക്കളയാം എന്ന് പറഞ്ഞ പോലെ ഞാൻ രണ്ടുപേരുടെയും അവസ്ഥ കണ്ടപ്പോ രണ്ടുപേരും പരസ്പരം കൈ മലർത്തുകയാണ്. പരസ്പരം രണ്ടുപേരും പറയുന്നത് എന്താ, എനിക്ക് ഷെയ്ഖ് അബൂബക്കറിന് ഇയാള് ഗുലാം അബ്ദുൽ ഖാദർ പറയുന്നത് ഒന്നുകൂടി കൂടിയിട്ടാണ്, എനിക്ക് ഷെയ്ഖ് അബൂബക്കറിനെ അറിയില്ല, ജാലിയവാലിനെ അറിയില്ല എന്നാണ്. മറ്റാളാണെങ്കിലോ നമ്മളെ ജാലിയവാല പറയുന്നത് ഗുലാം അബ്ദുൽ ഖാദറോ അതാരാ ആള് എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. മൂപ്പർക്ക് ഷെയ്ഖ് അബൂബക്കറിനെ അറിയാം, കാരണം അയാൾ ഇങ്ങോട്ടേക്ക് മറ്റ് രണ്ടുപേർ വീതം കൊടുത്തുവിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത രണ്ടുപേരെ ഇങ്ങനെ ഒരു രേഖയാക്കി എഴുതിയിട്ടാണ് ജിഷാൻ ചോദിച്ച ആ വിധത്തിൽ കോട്ടക്കൽ വെച്ച് വായിച്ചത്. ജിഷാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അയാൾ സംഘാടക സമിതി മെമ്പറാണ്. ഈ ജലീൽ ജലീലിനോ എന്തോ പറഞ്ഞല്ലോ, ആ ജലീൽ സക്കാഫി സംഘാടക സമിതി മെമ്പറായിക്കൊണ്ട് നടക്കുന്ന കോട്ടക്കൽ പരിപാടിയിൽ വെച്ചാണ്, ആ കടലുണ്ടി ജലീൽ ആ പരിപാടിയിൽ വെച്ചാണ് ഈ പറയപ്പെട്ട ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ ആ പരിപാടിയിലാണ് ഇതൊക്കെ വായിക്കുന്നത്. പക്ഷെ ഞാൻ തന്നെ 2 വർഷത്തിനടുത്തായി ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ആൺകുട്ടികൾ ഈ കൂട്ടത്തിൽ ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഒരാൺകുട്ടി പോലും എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി വന്നില്ല. സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുതൽ പേരോട് മുതൽ തുടങ്ങിയിട്ട് ഒരു കുട്ടിയും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട മർക്കസിന്റെ ഈ സനദിലുള്ള വ്യാജത്വത്തെ തെളിയിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ അത് വ്യാജാണെന്ന് ഞാനും ഒറിജിനലാണെന്ന് നിങ്ങളും തെളിയിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ഇന്ന് വരെ ഇത്രയും കാലായിട്ട് ഒരക്ഷരം മറുപടി പറയാനോ ഒന്ന് അത് തൊട്ടു നോക്കുവാനോ തന്റെ ഇടമുള്ള ഒരു എ പിക്കാരനെയും ദുനിയാവ് കണ്ടില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സാക്ഷാൽ ശ്രീമാൻ ഇബ്ലീസ് വരെ ഒരാളുണ്ടായില്ല. മറുപടി പറയാൻ വേണ്ടി ഒരാളും വന്നില്ല എന്നാണ് പറയുന്നത്. ഈ ആശയത്തെയാണ് ജിഷാൻ ചോദ്യത്തിൽ കൊണ്ടുവരുന്ന ഒരു ഭാഗം. ഈ ചോദ്യം എങ്ങാനും 1 മിനിറ്റിലധികം ഇനിയും നീണ്ടു നിന്നാൽ ജിഷാനാണോ എന്ന് ചോദിച്ച് ജിഷാനാണെങ്കിൽ സംസാരമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എ പി അബൂബക്കർ മുസ്ലിയാരെ സ്വന്തം ശിഷ്യന് ഇവിടെ അടിച്ചു വരുന്നത് പോലെ സ്വന്തം ശിഷ്യന് ഉസ്താദിനെ കാഫറാക്കേണ്ട അവസ്ഥ വരും. ഉറപ്പാണ്. ഉസ്താദിനെ തള്ളിപ്പറയേണ്ട അവസ്ഥ വരും. അയാളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇപ്പോ എല്ലാവരും തള്ളി, ഹാഫിളിന്റെ ടീമും തള്ളാൻ പോവാണ്, എ പിയെ തള്ളാൻ പോവാണ്, മറ്റുള്ളവരും തള്ളി. അപ്പൊ ആ ഒരു തള്ളുന്ന സമയത്ത് ഞാനും കൂടി തള്ളണ്ട വെറുതെ എന്ന് കരുതിയിട്ട് കടലുണ്ടി ഒഴിഞ്ഞു മറിയതാണ്. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളൊക്കെ അവിടുന്ന് വിട്ടുപോന്നപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയാറില്ല എന്ന് പറയുന്ന ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇതാ കണ്ടോളൂ, ഇന്ന് ഈ ജിഷാൻ മാഹി ജലീൽ സക്കാഫി എന്ന നിങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ, ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ APSYSന്റെ കമ്മിറ്റി മെമ്പറെ
ചോദ്യം ചെയ്തപ്പോൾ, ഫോൺ ചെയ്തപ്പോൾ വളരെ മാന്യമായി, വളരെ വളരെ ഹൃദ്യമായ വിധത്തിൽ സംസാരിച്ചിട്ട് പോലും ഒഴിഞ്ഞു മാറുകയും ഓടി ഒളിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ, ഈ സംസ്ഥാന നേതാക്കൾ എന്തായാലും ഈ പറയപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള സാധാരണ പ്രവർത്തകരായ ഞങ്ങളെപ്പോലെയുള്ള ആളുകളോട് ഉത്തരം പറയാൻ കഴിയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഥവാ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ അവസ്ഥ, അവരുടെ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകർ പോലും പുറത്തൊന്നും പറയാറില്ലെങ്കിലും ഉള്ളിൽ വളരെ കൃത്യമായി നേതാക്കളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കള്ളപ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. അതും മറക്കണ്ട. കള്ളമുടി കൊണ്ടുവന്നതുപോലെ കള്ളപ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുലനം ചെയ്യാൻ പറ്റിയ ഒരു സാധനം, റസൂലുള്ളാഹി തങ്ങളോട് തുലനം ചെയ്യാൻ പറ്റിയത്, ഇതാ നിങ്ങളെ പ്രശ്നം. എങ്ങോട്ട് വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചിട്ടാണ് നിങ്ങൾ കളിക്കുക. എന്ത് വന്നാലും. ഇനി എന്നോട് വിമർശിക്കാൻ പറയുന്നെങ്കിലും എന്നെ സയ്യിദാക്കിയിട്ടാ പറയാം. അഥവാ കള്ളമുടിയെ ഒറിജിനൽ മുടി എന്ന് പറയും പോലെ സയ്യിദല്ല എന്നറിയുന്ന എന്നെക്കുറിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു കഥ. അപ്പോ നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണെന്ന് പറയുന്ന നിങ്ങൾക്ക് എന്നെ സയ്യിദാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവോ? ഏതായാലും നിങ്ങൾ പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പലരും വലിയ പേരിൽ വിളിക്കുന്നുണ്ട്. ആ പലരും സയ്യിദന്മാരല്ല എന്നത് ബോധ്യമാണ്. ഇതാണ് കറക്റ്റ്. ഇപ്പോഴെഴുതി വന്ന ഇബ്ലീസിനും എതിരാളികളുണ്ട് എന്ന് പറഞ്ഞതാണ് കറക്റ്റ്. അപ്പൊ ആ നിലയിൽ ഈ ചോദ്യങ്ങളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളായി നിങ്ങളെ നേതാക്കൾ ഉത്തരം മുട്ടുന്നത് കാണുമ്പോഴുള്ള ഗതികേടാണ് പ്രവർത്തകർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് എ.പി. അബൂബക്കർ മുസ്ലിയാർക്കെതിരെ ആരോപണങ്ങൾ വന്നാൽ ആ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി സാധാരണ വരാറുള്ളത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുമാണ്. ഇപ്പോഴെന്താണ് അവസ്ഥ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും മാശറി ചെന്ന പോലെ നഫ്സി നഫ്സി പറഞ്ഞ് ഓടുകയാണ് രണ്ടാളും. കാന്തപുരത്തിന് പ്രൊട്ടക്ഷൻ നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് തന്നെ അവരുടെ കാര്യം ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ആ നിലയിൽ ഒരുപാട് പറയാനുള്ള, അനുഭവിക്കാനുള്ള, മറുപടി പറഞ്ഞ് തീരാത്തത്രയും വിധം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരടക്കം പലരും പറഞ്ഞത് അവരുടെ തെറ്റായ ആശയങ്ങൾ പിന്നെയും പേറി നടക്കുന്ന ആളുകൾ. ഞാനിപ്പോ ഫേസ്ബുക്കിൽ കണ്ടു ഒരാളുടെ ഒരു കമന്റ്, എ.പി. അബൂബക്കർ ഉസ്താദ് കണ്ണിൽ കണ്ട അള്ളാഹുവാണ് എന്നാ പറഞ്ഞത്. ഏതോ ഒരു വിദ്വാൻ, അയാളുടെ പേര് തന്നെ ഞാൻ വായിച്ചു വെച്ചിരുന്നു. അയാളുടെ ഫേസ്ബുക്ക് പേജ്, അയാളുടെ പേജിലൂടെ അയാൾ പറയുന്നത് കണ്ണിൽ കണ്ട അള്ളാഹുവാണ് എന്ന് പോലും പറയുന്ന ചുറ്റുപാടിലേക്ക് ഇവരെത്തി. എന്താണ് അയാളുടെ പേര്? അയാളുടെ പേര് സലീം VM എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടിട്ട് അയാളുടെ മെസ്സേജാണ്, കേരള മുസ്ലിംകളുടെ ചങ്കിലച്ചോരയായ അഷേഖ് കാന്തപുരം അബൂബക്കറുള്ള കാണപ്പെട്ട അള്ളാഹു ഇനി ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അറിയപ്പെടാൻ ഈ മഹാന് കഴിയും. എന്നിട്ട് അതേ വ്യക്തി തന്നെ ഓണാശംസ നേർന്നിട്ട് അപ്പുറത്ത് വേറെ ഒരു ആശംസയും നേർന്നിട്ടുണ്ട്. വേറൊരാള് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വേറൊരാൾ ചെയ്തതെന്താ? അയാള് എ.പി. അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയെ കണ്ടത്, എ.പി. അബൂബക്കർ മുസ്ലിയാർ ഏത് അള്ളാഹ് എന്നുള്ളതൊരു പ്രയോഗമാണെന്നാണോ പറഞ്ഞത്? പടച്ചോനെ, ചങ്കിലെ കരട് എന്നുള്ളൊരു തല്ല പ്രശ്നം. കണ്ണിൽ കാണപ്പെട്ട അള്ളാഹുവാണെന്നാ പറഞ്ഞത്. കണ്ണിൽ കാണപ്പെട്ട അള്ളാഹുവാണെന്നാ പറഞ്ഞത്. വേറൊരാൾ നേരത്തെ പ്രയോഗിച്ച പ്രയോഗം, ഈ മോദിയെ കണ്ടതിനെ ചോദ്യം ചെയ്തപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബാബരി മസ്ജിദ് പൊളിച്ച ആളാണെങ്കിലും പ്രധാനമന്ത്രി കൂടിയാണ്, ഈ പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ ഉസ്താദ് പോയതിനെ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകടാ. BHP-കാരൻ പോലും പറയാൻ മടിക്കുന്നത് AP-കാരൻ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മളെ ശ്രീധരപിള്ള പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് ശ്രീധരൻപിള്ള പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് ആദ്യം BJP-യെ പിന്തുണച്ച, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതെന്ന് അവർ പറയുന്ന BJP-യെ പിന്തുണച്ച ആളാരാണ്? ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെയാണ്.
ഏതായാലും ഇതൊക്കെയുള്ള ആളെക്കുറിച്ച് നിങ്ങളുടെ പഴയ പ്രസിഡന്റിനോട് ചോദ്യം ചോദിച്ചപ്പോൾ പ്രസിഡന്റിന് ഉത്തരം പറയാൻ കഴിയാതെ ഒളിച്ചോടി. ഇനി നിങ്ങളെ ഒരുപാട് കാലത്തെ പ്രസിഡന്റും അറിയപ്പെട്ട നേതാവും സ്റ്റേറ്റ് എസ് വൈസിൽ പോലും തൊട്ടടുത്തുണ്ടാവുകയും ചെയ്തിരുന്ന ഇപ്പോൾ ജില്ലാ എസ് വൈസ് നേതാവ് കൂടിയായ താഹിർ സക്കാഫിക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊന്ന് കേട്ടു നോക്കണം. അത്രയേറെ പറയുന്നുണ്ട് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് അത് പറയും. ഞാനിതാ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട AP വിഭാഗത്തിന്റെ പ്രവർത്തകരോട് നേരത്തെ ഞാൻ വൈകുന്നേരം ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ എന്നോട് ഏറ്റുമുട്ടി എനിക്കെതിരെ ഇവിടെ പലതും എഴുതിവിടുന്ന പലരുമുണ്ട്. ഇതുപോലെ പണ്ടും സുന്നിസത്തിനെതിരെ ആയാലും ഹമീദ് ഫൈസിക്കെതിരെ ആയാലും ഒക്കെ ഞങ്ങളെപ്പോലെയുള്ള കുറെ ആളുകൾ, ജിഷാനടക്കം ഞങ്ങളൊക്കെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് പ്രതികരിച്ചത്. ഇതുപോലെ നിങ്ങളൊക്കെ ഇരിക്കും പോലെ ഇങ്ങനെ ഇരുന്ന് പ്രതികരിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ KSCR സംസ്ഥയാൽ ഇസ്ലാമിക് ക്ലാസ് റൂം, KSCR SKSFന്റെ ക്ലാസ് റൂം, ആ SKSF ക്ലാസ് റൂമിൽ ഇരുന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത് വിമർശിക്കാനാണെങ്കിൽ പോലും ഇരുന്നപ്പോ ആ ഇരുത്തത്തിൽ ഞങ്ങൾക്ക് 4 പേരെന്നല്ല മോനെ, ഒരു 400 പേരുണ്ടാവും. ഞങ്ങൾ ഇരുന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ട ചോദ്യങ്ങളെ ചോദ്യങ്ങളാക്കി മാറ്റി സ്വയം കേരളം മുഴുവൻ മറുപടി പറയുകയും മറുപടി എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന ഞങ്ങൾ ആ മറുപടികൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താൻ ഈ ചോദ്യങ്ങളെ മുന്നിൽ വെച്ചപ്പോ പലപ്പോഴും ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. ഉത്തരത്തിന് വേണ്ടി ചുള്ളിക്കോടിനെയും കാന്തപുരത്തെയും സമീപിച്ചപ്പോ ഒരിക്കലും അത് ഒന്നും പറയാൻ, ഒരു മറുപടിയും പറയാൻ അവർക്കില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് പിന്നീട് ഞങ്ങൾ തന്നെ സ്വയം പഠിക്കാൻ ആരംഭിച്ചു. പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്, സത്യത്തിലേക്ക് അടുക്കാൻ സാധിച്ചത്. ഈ ക്ലാസ് റൂം അതിന് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഈ ക്ലാസ് റൂമിൽ ഇനിയും ഒരുപാട് ആളുകൾ ഇതുപോലെ പ്രതികരിക്കുന്ന ഖമറുൽ ഉലമമാരൊക്കെ ഉണ്ട്. ആ ഖമറുൽ ഉലമമാരൊക്കെ നിങ്ങൾക്ക് ഇത് കേൾക്കാം. സാമ്പത്തികമായ ഒരു ലാഭം ഇവിടെ ഉണ്ടാവില്ല. അതിനാണ് നിങ്ങളെ പ്രതീക്ഷയെങ്കിൽ നിങ്ങൾ കാന്തപുരത്തിന്റെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ CD കച്ചവടമായിരുന്നു എന്റെ പണി. എന്നാലും ആ CD ഒന്നും ഇവിടെ കച്ചവടം ഇല്ല മോനെ. അങ്ങനെയാണെങ്കിലും കച്ചവടം അവിടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എന്റെ പ്രതികരണത്തിൽ ഞാൻ CD കച്ചവടക്കാരനോ BD കച്ചവടക്കാരനോ ആവട്ടെ, ഷാഫി ഇമാമ് പോയിട്ട് ഒരു നായയെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചത് ആരോടാണ്? ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ആളോടാണ് ഇൽമു നേടാൻ പോയത്. അതുപോലെ എന്റെ കയ്യിലുള്ള ഈ ബോംബെ വിഷയത്തിലുള്ള അറിവ് വെച്ച് സംസാരിക്കാനും അതിന് ചർച്ചയ്ക്ക് തയ്യാറാവാനുമുള്ള ഒരാളെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതാണ് ആണത്തം വേണ്ടത്. അവിടെയാണ് ആണത്തം. അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ ടെക്സ്റ്റുകൾ അടിച്ചുവിടുന്നത് നിങ്ങളുടെ മനസ്സിൽ പിടിപെട്ട മുറിവിന്റെ തെളിവാണത്. വേരോടിന് പിടിപെട്ട മുറിവ് പോലെ, പൊന്മുളക്ക് പിടിപെട്ട മുറിവ് പോലെ അവസാനം ജലീൽ സക്കാഫി ജിഷാനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച മുറിപ്പെട്ട മനസ്സുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേർ ഇത്തരം മുറിവുകൾ ഏറ്റിട്ട് രാജിവെച്ച് സംസ്ഥയുടെ രാജപാതയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ പാതയാണ് സത്യമെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കും സാധിക്കും. ഇതുപോലെ നിങ്ങൾ പ്രതികരിക്കുന്നതിനേക്കാളേറെ ഒരുപാട് കാലം സംസ്ഥയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഏറ്റുമുട്ടിയവരാണ്. നിങ്ങൾ വെറും വാചകങ്ങളിൽ എന്തെങ്കിലും വൃത്തികേടുകളാണ് എഴുതാറുള്ളതെങ്കിൽ ഞങ്ങൾ ഏറ്റുമുട്ടിയത് ആശയങ്ങൾ വെച്ചായിരുന്നു, ഞങ്ങൾക്കന്ന് ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങളുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന കാര്യങ്ങൾ അസത്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സത്യത്തിന്റെ പക്ഷത്തേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ എഴുതുന്ന തോന്നിവാസങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ സമാധാനം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ ചോദ്യം ഉയരും. ആ ചോദ്യം ഉയരുന്നൊരു ദിവസം വരാനുണ്ട്. അന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് കാന്തപുരമായാലും ആരായാലും. കാന്തപുരത്തെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇപ്പോൾ ഇവിടെ എന്നോട് ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാന്തപുരം ഉസ്താദിനെ കുറ്റം പറഞ്ഞ് തീർന്നില്ലേ എന്ന് ചോദിച്ച നിങ്ങളെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനോടൊരു ചോദ്യം തിരിച്ചു ചോദിക്കണം. ആ ചോദിച്ച വ്യക്തി കാന്തപുരത്തോടൊരു ചോദ്യം ചോദിക്കണം. പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയ ഈ വ്യാജ ആരോപണവും വ്യാജ കച്ചവടവും ആത്മീയവൽക്കരണവും നിർത്തിക്കൂടെ ഉസ്താദെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തിയ ഈ കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ? രാമന്തളിയോട് നിങ്ങൾ ചോദിച്ച ആർജവം
നിങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിനോട് ചോദിക്കാൻ നിങ്ങൾക്കുണ്ടാവണം. ഗുജറാത്തിലെ പാവപ്പെട്ടവരെ, പിടഞ്ഞു മരിച്ച പാവപ്പെട്ടവരുടെ രക്തത്തുള്ളികൾ ഉണങ്ങാത്ത ഗുജറാത്തിലെയും അഹമ്മദാബാദിലെയും അതുപോലെയുള്ള ഒരുപാട് പ്രദേശങ്ങളിലെ പാവങ്ങളുടെ രണസ്മരണകളുള്ള ഈ ഭാരതത്തിൽ വെച്ച് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി ഒന്നുമില്ലാത്തവരെ പോലെ ചിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്തിന്റെ പേരിലാണെന്ന് ചോദിക്കാൻ സഹോദര സ്നേഹമുള്ളൊരു വിശ്വാസിക്ക് സാധിക്കണം. ഇതൊന്നും സാധിക്കാതെ നിങ്ങൾക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പ്രതികരിക്കാതെ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട ഈ സമുദായത്തെക്കുറിച്ചൊന്നും പറയാനോ ചിന്തിക്കാനോ കഴിയാത്ത വിധം നിങ്ങളെ നയിക്കുന്നത് ഈ പ്രസ്ഥാനമാണെങ്കിൽ ആ പ്രസ്ഥാനത്തെ വലിച്ചെറിയേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഏതായാലും ഈ ആശയത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് തെറിവിളിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളവിടെ കാത്തു നിൽക്കും. ഹൗദുൽ കൗസറിന്റെ സവിധത്തിൽ കാത്തു നിൽക്കും. ഹബീബിന്റേതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കള്ളത്തരം പ്രചരിപ്പിച്ച ആ പ്രചരണത്തെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയും പിടിച്ചു വെക്കപ്പെടുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ജാലിയാവാലക്കും ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിക്കും പരസ്പരം അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നു ജാലിയവാലയെങ്കിൽ നിങ്ങൾ പോകൂ ജാലിയവാലയുടെ അടുത്തേക്ക്. നിങ്ങൾ വിശ്വസിക്കുന്നയാളാണ് ജാലിയവാലയെങ്കിൽ പോയിട്ട് നിങ്ങൾ ജാലിയവാലയോട് പോയിട്ട് ചോദിക്കൂ, ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്ന്. അല്ലാതെ ഞങ്ങൾ കാന്തപുരം പറഞ്ഞത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ ശൈഖെന്ന് പരിചയപ്പെടുത്തിയ ജാലിയവാല പറയുന്നതെങ്കിലും കേൾക്കാതെ പോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ പോയി കാന്തപുരം രക്ഷപ്പെടുത്തുമെന്ന് കരുതിയിട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി തുറന്നു തരുമാറാവട്ടെ. കേരളത്തിൽ ഇന്ന് ഒരുപാട് പ്രദേശങ്ങളിലെ പാവപ്പെട്ട വിശ്വാസികൾ, കാന്തപുരത്തിന്റെ കൂടെ നിന്ന കുന്നത്തേരിയിലെ കുറെ പാവങ്ങളുണ്ട്, കുറെ സക്കാഫിമാരും ഇർഫാനിമാരൊക്കെ ഉണ്ട്. ആ സാധുക്കൾ ഒരുപാട് കാലം കാന്തപുരം സംഘടനയിൽ നിന്നുകൊണ്ട് സുന്നി പ്രവർത്തനം നടത്തിയവരാണ്. അവർ വിശ്വസിച്ചു പോകുന്ന ആത്മീയധാരയെയും ഇവരിപ്പോൾ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. അഥവാ സിക്റിന്റെയും തസ്ബീഹിന്റെയും ശബ്ദങ്ങൾ കേട്ടാൽ ആ ശബ്ദം കാതുകളിലേക്ക് കയറ്റാൻ താല്പര്യമില്ലാത്ത പൊന്മളയെ പോലെയുള്ള ദൈവബന്ധിസത്തിന്റെ ആളുകളുള്ളതുകൊണ്ട് ആ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളെ പ്രവർത്തകർ തന്നെയല്ലേ അത്. ആ പാവപ്പെട്ട കുന്നത്തേരിയിലെ സാധുക്കളെക്കുറിച്ച് ഞാൻ അവരുടെ പക്ഷത്ത് ചേർന്നല്ലെങ്കിലും ഉള്ള സത്യം പറയണമല്ലോ. കുന്നത്തേരിയിലെ ആ സാധുക്കൾ അവിടെ ആലുവ സംവാദം നടന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വഫാത്തായ തങ്ങളവറുകൾ അവിടുത്തെ ഖബറിടം അല്ലാഹു സ്വർഗപ്പൂന്തോപ്പാക്കുകയും ദർജയേറ്റി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വത്തിൽ സിയാറത്ത് ചെയ്തിട്ട് കുന്നത്തേരിയിൽ മുജാഹിദിനോട് വാദപ്രതിവാദം നടത്തിയപ്പോൾ അതിലെ മധ്യസ്ഥനായിരുന്നു ഞാൻ. നൗഷാദ് ഹസനിയും ഞങ്ങളൊക്കെ പോയി മധ്യസ്ഥനായി ഞങ്ങൾ സംവാദം നടത്തിയപ്പോൾ ആ സംവാദം ചരിത്ര വിജയമായി മാറിയത് ഇന്നും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സേവനം നിങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്ത ആ മനുഷ്യനെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്ന ദൈവബന്ധിസത്തിന് കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ അയാളെയും നിങ്ങൾ തള്ളിക്കളഞ്ഞു, വ്യാജ ത്വരീഖത്തുകാരനാക്കി. അവർ കഴിഞ്ഞ ദിവസം വഫാത്തായപ്പോൾ നിങ്ങളെ പത്രമോ നേതാക്കളോ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു അഭ്യർത്ഥന പോലും കൊടുത്തില്ല. എന്നാൽ ഇന്നത്തെ സുപ്രഭാതത്തിലൂടെ കേരള മുസ്ലിംകളുടെ അഭിമാനമായ, കേരള മുസ്ലിംകളുടെ തണലായ പാണക്കാട്ടെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ സയ്യിദ് അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഇന്ന് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. തീർച്ചയായും ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വത്തിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മനസ്സിനകത്ത് അഹങ്കാരത്തിന്റെ കിബറിന്റെ ഒരംശമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ്, അണുമണി തൂക്കമുണ്ടെങ്കിൽ എന്നാണ്. പക്ഷേ കാന്തപുരം എ.പി. ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ തലക്കനം അണുമണി തൂക്കമല്ല, ലോറിക്കണക്കിന് വെയിറ്റുള്ളതാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാവപ്പെട്ട പ്രവർത്തകർക്ക് നേരെ നിങ്ങൾ വേണ്ടാതെ ഇടപെടുന്നതിന് പകരം നിങ്ങളെ നേതാക്കൾ വിശ്വാസികളെ വഞ്ചിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക. അല്ലാതെ എന്തെങ്കിലും വിളിച്ചു കൂവുന്നതിന് പകരം, എന്തെങ്കിലും കൈകൾ ചലിപ്പിക്കുന്നതിന് പകരം അത്തരം ശ്രമം ഉണ്ടാവട്ടെ. കാന്തപുരത്തിനും കാന്തപുരം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിലുള്ള പാവപ്പെട്ട വിശ്വാസികൾക്കും അറിയാതെ കാന്തപുരത്തെ തെറ്റിദ്ധരിച്ചതിൽ കൂടിപ്പോയ ഇപ്പോഴും ഇവിടെ
കൈകൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ആ സുഹൃത്തുക്കൾക്കും അല്ലാഹു ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ പറയുമ്പോൾ, ഞാനിത് പ്രതികരിക്കുമ്പോൾ എനിക്കെതിരെ ശക്തമായ ടെക്സ്റ്റ് അടിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ഒരു ഉമ്മ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടി പലപ്പോഴും ഉമ്മയുടെ കൈ പിടിച്ച് കടിച്ചെന്ന് വരും, അല്ലെങ്കിൽ കുട്ടി ഉമ്മയുടെ മുഖത്തേക്ക് തുപ്പിയെന്ന് വരും. പക്ഷേ ഉമ്മ ഒരിക്കലും കുട്ടിയെ തിരിച്ച് തല്ലുകയോ തിരിച്ചു തുപ്പുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതികരണത്തിന് ഞങ്ങൾക്ക് നൽകാനുള്ള മറുപടി അതുതന്നെയാണ്. സമസ്ത നൽകുന്ന മറുപടിയും അതുതന്നെയാണ്. കാസിമി ഉസ്താദ് സമസ്തയുടെ പക്ഷത്തേക്ക് തിരിച്ചു വന്ന, സമസ്ത പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ചിലരോട് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, അത്രേ, നിങ്ങളെ സമസ്തയുടെ പ്രവർത്തകർ ആരെങ്കിലും തെറി പറഞ്ഞിരുന്നോ? അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്നൊരു കുട്ടി പോലും അസഭ്യം പറഞ്ഞിട്ടില്ല. എന്നോട് ബന്ധം സമസ്ത സ്ഥാനങ്ങൾ എന്റേത് എടുത്തു മാറ്റുകയും എന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ, മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ അതൊക്കെ ഉണ്ടായെങ്കിലും അതിന്റെ പേരിൽ ഒരു കുട്ടി പോലും തെറി വിളിച്ചില്ല എന്ന് പറയുമ്പോൾ സമസ്തയുടെ പ്രത്യേകത ഇവിടെ വ്യക്തമാവുകയാണ്, ഇവിടെ തെളിയുകയാണ്. മറിച്ച് AP വിഭാഗത്തിന്റെ സംഘടന വിട്ടത് മുതൽ ഈ നിമിഷം വരെ എന്നെ നിങ്ങൾ വിളിക്കുന്ന തെറികൾ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, സമൂഹം കേൾക്കുന്നുണ്ട്, സമൂഹം കാണുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് ബോധ്യപ്പെടുന്നത്? സത്യത്തിന്റെ, അതെ ഉപ്പ, ഇങ്ങനെ സത്യം ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് എന്താണ്? ഇസ്ലാമിക പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. അഥവാ ഇന്ന് ബഹ്റൈനിൽ ഏതാനും നിമിഷങ്ങൾക്കകം വരാൻ പോകുന്ന ലൈവിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സൈനുൽ ഉലമ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആരോഗ്യം ഏറ്റി നൽകുമാറാവട്ടെ, ആ പ്രിയപ്പെട്ട നേതാക്കൾ നേതൃത്വം നൽകുന്ന സമസ്ത മാത്രമാണ് യഥാർത്ഥ സംഘടന. നിങ്ങളുടെ നേതാക്കൾ, നിങ്ങളുടെ പ്രവർത്തകരുടെ തെറിവാക്കിലൂടെയും ഇന്നു നിങ്ങൾ പോയി നിൽക്കുന്ന ഡൽഹിയിലെ ആ ഓരവും നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് തെളിയിക്കുന്നുണ്ട്. അല്ലാഹു ഈ സമുദായത്തെ കാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏതായാലും പ്രിയപ്പെട്ട രാമന്തളി സാഹിബ്, നാളെ ഇൻഷാ അല്ലാ അല്ലെ അമീർ സാഹിബ്, നാളെ നമ്മളെ ക്ലാസ് റൂമിൽ ഒരു 11 മണി മുതൽ നമുക്ക് നാളെ മറ്റേ ആ വലിയ ക്ലിപ്പ് എടുത്തുകൊണ്ട് SSFന്റെ സ്റ്റേറ്റ് നേതാവിന്റെയും അതുപോലെ തന്നെ SIS ജില്ല, നാളെ അബുദാബി ലൈവ് അല്ലെ, അബുദാബി ലൈവ് എപ്പോഴാണ് കഴിയുക? അബുദാബി ലൈവ് എപ്പോഴാണ് കഴിയുക? നാളെ ഇന്ത്യൻ സമയം അപ്പോൾ ഇന്ത്യൻ സമയം ഒരു 11 മണിക്ക് ഇൻഷാ അല്ലാ നമുക്ക് അല്ലേ, ഇന്ത്യൻ സമയം ഒരു 11-11:30 മണിക്ക് ഇൻഷാ അല്ലാ നമുക്ക് ചർച്ച നടത്താം. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ നാളെ പരമാവധി പിന്നെ ആളുകളൊക്കെ, നാളെ നമുക്ക് വലിയൊരു ക്ലിപ്പാണ് നമുക്ക് മുമ്പിലിടാനുള്ളത്. പ്രിയപ്പെട്ട രാമന്തളി സാഹിബും അതുപോലെ തന്നെ പ്രിയങ്കരനായ മുഹമ്മദ് ജിഷാൻ സാഹിബും ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ നാളെ ഉണ്ടാവും. അതുപോലെ തന്നെ SSFന്റെ സംസ്ഥാന നേതാവും അതുപോലെ തന്നെ അവരുടെ SISന്റെ ജില്ലാ നേതാവും ഒക്കെ നാളെ നമ്മുടെ ക്ലാസ് റൂമിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വളരെ നേരത്തെ തന്നെ എത്തണം. വിശാലമായൊരു സമയം അതിനാവശ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇടാൻ കഴിയാത്തത്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനവറുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തുന്നതോടുകൂടി നമുക്ക് മൈക്ക് കൈമാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഈ ക്ലിപ്പ് വെച്ച് തീരാൻ മാത്രമുള്ള ഒരു സമയം നമുക്ക് മുമ്പിലില്ലാത്തതുമാണ് ഇന്ന് ആ ക്ലിപ്പ് ഇടാൻ കഴിയാത്തത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉണർത്താണ്. രാമന്തളി സാഹിബ് നേരത്തെ നമ്മൾ ഇവിടെ ഒരു ഇത് വായിച്ചിരുന്നു, അത് കേട്ടോ? കോടമ്പുഴ എന്താണ് ആ ബാവ മുസ്ലിയാരുടെ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം അവരുടെ നേതാവായി പ്രസിഡന്റായി പരിചയപ്പെടുത്തുന്നത്, സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളെ. കണ്ണിയത്ത് ഉസ്താദായിരുന്നു ഞങ്ങൾ പിന്നെ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്. അയാൾ ഇത് കിതാബിൽ എഴുതുക. അയാള് സുന്നി ജംഇയ്യത്തുൽ, അതായത് ബഹുമാനപ്പെട്ട ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ അവര് തന്നെ സത്യത്തിൽ ഉള്ളിൽ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് കണ്ണീത്ത് ഉസ്താദിനെ അവരെ അംഗീകരിക്കുന്നത് കൊണ്ടോ സ്നേഹിക്കുന്നത് കൊണ്ടോ ബഹുമാനിക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ അവരുടെ നേതൃത്വം നൽകി സുന്നി ജമിയത്തുലമയുടെ പ്രസിഡന്റായി അവരോധിതരായ ബഹുമാനപ്പെട്ട ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ പേരിലൊരു അനുസ്മരണം നടക്കണില്ല. അവരാരും ഞങ്ങളെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയാൻ മരണത്തിന് ശേഷം അവരുടെ പേനയുന്തികൾ കിതാബ് രചിക്കുന്ന ആളുകൾ അവരുടെ വേദികളിൽ ഒന്നും തങ്ങളെ പേരുകൾ മുഴങ്ങി കേൾക്കുന്നില്ലല്ലോ. അതൊന്നാലോചിക്കുകയാണെ ഈ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങള് സത്യത്തിൽ അവരുടെ എത്രയോ ഒരു 10-20 വർഷത്തോളം 25 വർഷത്തോളം അവർക്ക് നേതൃത്വം നൽകി. അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായൊരു ചർച്ചയോ കാര്യമായൊരു സ്മാരകങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിനോ ഒരു പ്രത്യേകമായ അദ്ദേഹത്തെ നമ്മളൊക്കെ കണ്ണിയത്ത് ഉസ്താദിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ശംസുൽ ഉലമയെയും ഒക്കെ പറയുന്നത് പോലെ ഇവരെ പറയുന്ന ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇത് കൂടുതൽ പറയാത്തതിന്റെ പിന്നിൽ ഇവര് തന്നെ ഇപ്പൊ കിതാബ് എഴുതുന്ന സമയത്ത് മൂപ്പര് പ്രസിഡന്റ് ആയിരുന്നു. എന്തായിരുന്നു അത് അവരെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം അവരെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. എന്താണ് അതിൽ മുഹമ്മദ് രാമന്തളി സാഹിബിന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണവും അതിനുശേഷവും അതിനു മുമ്പും ഒക്കെയുള്ള സമയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ടോ? കാരണം ഒരു പ്രസിഡന്റിനെ ഞങ്ങളെ അറിയുന്നില്ല, ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ പ്രസിഡന്റ് ആകാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിപൂർണമായി മാറ്റി നിർത്തുന്ന ഒരു ദുരവസ്ഥ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒന്ന് വിശദീകരിക്കാമോ? അത് വളരെ രസകരമായ കുറെ വിശദീകരിക്കേണ്ട ഒരു സംഭവമാണ്. ഉള്ളാൾ കുഞ്ഞിക്കോയത്തങ്ങൾ അവിടുത്തെ ഖബറിടം അല്ലാഹു സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. ഏതായാലും ആ തങ്ങള് ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. ആ ശിഷ്യൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വലയിൽ കുടുങ്ങിയിട്ടാണ് ആ വിധത്തിലായത് എന്ന് ഈ പറയപ്പെട്ട എ പി വിഭാഗത്തിന്റെ ആർക്കും അറിയാത്ത വിധം അറിയുന്ന ആളാണ് ഞങ്ങളെ നാട്ടുകാർ. ഇവർ പറയുന്ന രാമന്തളിക്കാർ. എന്നെ ഇവരൊക്കെ പലപ്പോഴും യാമന്തളി നിങ്ങളെ മൈക്ക് പോയിട്ടുണ്ട്. യാമന്തളി നിങ്ങളെ മൈക്ക് പോയിട്ടുണ്ട്. ഹലോ, രാമന്തളി കേൾക്കുന്നു. നിങ്ങളെ മൈക്ക് പോയിട്ടുണ്ട്. ഡി.സി ആയിട്ട് ഒന്ന് മുപ്പരൊന്ന് വിവരം അറിയിക്കും. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉടൻ തന്നെ രാമന്തളി വരും. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വിശദീകരിക്കും. കാരണം നമ്മളെ ഞാൻ ഇതിനെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുകയായിരുന്നു. കാരണം ഇത് അയച്ചു തന്നപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പേര് ഇങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിനേക്കാൾ ഉപരി അവർ സ്വന്തം പ്രസിഡന്റ്. നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഒരാൾ ശിഷ്യനാണ്. നമുക്കിപ്പോ നമ്മൾ 2010, 2011, 2012 ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദായിരുന്നു നമ്മൾ പ്രസിഡന്റ് എന്ന് നമ്മൾ എഴുതൂലേ? അല്ലെങ്കിൽ 1989, 90, 91, 92, 93 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറായി നമ്മുടെ പ്രസിഡന്റ് നമ്മൾ എഴുതുമല്ലോ. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവം സംഭവിക്കാൻ സ്വന്തം പ്രസിഡന്റ് ഒരു രണ്ടല്ല അയാളെന്നല്ലോ. ഇപ്പൊ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരതാണെങ്കിൽ ഒരു എം എ പഠിക്കേണ്ട സമയം പോയിട്ട് ഒരു 6 മാസത്തെ കോഴ്സിന്റെ സമയം കൂടി മൂപ്പര് നിന്നിട്ടില്ല. എം എ എന്നൊക്കെ പറഞ്ഞ ഒരു 6-7 കൊല്ലത്തെ കോഴ്സ് ഉണ്ട്. പക്ഷെ കുറച്ച് മാസങ്ങൾ മാത്രം മൂപ്പര് പ്രസിഡന്റായി നിന്നിട്ടുള്ളത്. മൂപ്പര് ചിലപ്പോൾ ഓർത്തില്ലെങ്കിൽ നമുക്ക് വിരോധം. പക്ഷെ 25 കൊല്ലമായി പ്രസിഡന്റായ ഒരു മനുഷ്യന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അപ്പോ ഉള്ളാൾ തങ്ങൾ എന്റെ നാട്ടിലാണ് കല്യാണം കഴിച്ചത്, രാമന്തളിയിൽ. ഇപ്പോഴും ഉള്ളാൾ തങ്ങൾ മറവട്ട് കിടക്കുന്നതും രാമന്തളി തന്നെയാണ്. എട്ടിക്കുളം എന്ന് പറഞ്ഞാൽ രാമന്തളി
കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആണ് പിന്നെ വഞ്ചിച്ചതെന്നും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് അതിൽ പെടുത്തിയതെന്നും അവരുടെ കുടുംബം ഇന്നും സാക്ഷ്യപ്പെടുത്തും. ഉള്ളാൾ തങ്ങൾ ഭാര്യ വീട്ടിലാണ് ബന്ധമുണ്ടായിരുന്നത്. ആ ഭാര്യ വീട്ടുകാർ ഇന്നും ഞങ്ങളെ സിസ്റ്റർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ണൂർ സിസ്റ്റർ ആണല്ലോ, ഉള്ളാൾ തങ്ങളുടെ നാട് എവിടെയായിരുന്നാലും അങ്ങനെ ഉള്ളാൾ തങ്ങളെ കാന്തപുരം പെടുത്തിയതാണ്. അങ്ങനെ പോയി ശംസുലുൽമക്കെതിരെയൊക്കെ ചിലതൊക്കെ പറയേണ്ടി വന്നു. അതിലൊക്കെ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായിരുന്നു എന്നാണ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് പിന്നീട് അവസാന സമയങ്ങളിലൊക്കെ അറിയാൻ സാധിച്ചത്. അള്ളാഹു അതൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോ പിന്നെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തങ്ങൾ നിൽക്കുകയായിരുന്നു. ഞാൻ പുറത്തു വരുന്നതിന്റെ ഒരു വർഷം മുമ്പ് മുതൽ തന്നെ തങ്ങൾ ഇവരുമായി അകന്നുകൊണ്ടാണ്. അഥവാ കൃത്യമായി പറഞ്ഞാൽ കേരള യാത്രയുടെ സമയത്ത് ഈ മാനവികത എന്ന് പറഞ്ഞ് ദീന് പറയാതെ വെറും തക്കാളിയുടെ കണക്കും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളാൾ തങ്ങൾക്ക് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളാൾ തങ്ങളെ ഇവരൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല, തങ്ങളെ നമുക്ക് ഉഷാറാണ്, അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് തങ്ങളെ തിരുവനന്തപുരത്തെ സമാപനത്തിന് വേണ്ടി കൊണ്ടുപോയി. സമാപനത്തിന് കൊണ്ടുപോയിട്ട് തങ്ങൾ അവിടെ ഇരുത്തി തങ്ങളുടെ മുന്നിലേക്ക് മൈക്കെടുത്ത് വെച്ചുകൊടുത്ത ആളെ പേരടക്കം ഞാൻ പറയാം, സുലൈമാൻ സഖാഫി മാളിയക്കൽ. അയാൾ വെച്ചുകൊടുത്തിട്ട് തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു. തങ്ങൾ ദുആ ചെയ്തു. ദുആ കഴിഞ്ഞ് സാധാരണ തങ്ങൾ എന്തെങ്കിലും വർത്താനം പറയാറുണ്ട്. തങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ മുന്നിൽ നിന്ന് ആ ചെറിയ മൈക്ക് എടുത്തു മാറ്റി. തങ്ങൾ കുറെ വിമിഷ്ടത്തോടെ നോക്കി. തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് പ്രായാധിക്യം, രണ്ട് ഇവരൊക്കെ മല്ലന്മാരെടുത്തു കൊണ്ടുപോകാനുള്ള മൈക്ക് എടുത്തുകൊണ്ടുപോയി ആ സമയത്ത്. അതിനിടയിൽ വേറൊരു രസം കൂടിയുണ്ട്. ആ സമയത്ത് തന്നെ സ്റ്റേജിലേക്ക് കയറി വന്ന പഴയകാലത്തെ കാന്തപുരം വിഭാഗത്തിന്റെ പടക്കുതിരയായ നാസറുദ്ദീൻ കോട്ടയത്തെ സ്റ്റേജിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട് കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംശയമുള്ളവർ ഒമാനിൽ ഇന്നും നാസറുദ്ദീൻ കോട്ടയമുണ്ട്. നാസറുദ്ദീൻ കോട്ടയത്തോട് ആ കഥ ചോദിച്ചാൽ അറിയാം. ഉള്ളിൽ നിറയെ തല്ലാണ് എന്നർത്ഥം. ഉള്ളിൽ കയറിയാൽ ശരിക്കും ഒരു ബസ് സ്റ്റാൻഡിൽ പോയ അനുഭവമാണ്. ആ നിലയിൽ അവർ തമ്മിൽ തല്ലാണ്. അപ്പൊ തങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് ഒരു കാന്തപുരം എക്സ്പ്രസ് വണ്ടി ഉണ്ടായിരുന്നല്ലോ, ആ വണ്ടിയിൽ തിരിച്ച് മംഗലാപുരത്തേക്ക് ഉള്ളാളത്തേക്ക് തന്നെ വണ്ടി കയറി. ഉള്ളാളത്തേക്ക് കയറിയിട്ട് കോഴിക്കോടാണ് ഇറങ്ങിയത്. തങ്ങൾ കയറിയ വണ്ടിയിൽ നാളെ നമ്മൾ ക്ലിപ്പിടാൻ പോകുന്ന താഹിർ സക്കാഫിയാണ് തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരാള് ഇസ്ഹാഖ് ഹാജി ആക്കോടാണ്, മറ്റൊരാള് എ പി അബൂബക്കർ മുസ്ലിയാരാണ്. അങ്ങനെ തങ്ങൾ വണ്ടി കയറി ഉടനെ തന്നെ കാന്തപുരത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എ പി എന്റെ പ്രസംഗം, എങ്ങനെയുണ്ട് എ പി എന്റെ പ്രസംഗം എന്ന് ചോദിച്ചപ്പോൾ എ പി അല്ല തങ്ങൾ, അത് അവിടെ തിരക്ക് ആളുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയല്ലേ, എന്താടോ ഞാൻ പറഞ്ഞാൽ പിന്നെ അവിടെ എന്തോ സംഭവിക്കുമോ, ദീന് പറയേണ്ടടോ എന്നൊക്കെ ചോദിച്ച് ട്രെയിനിൽ തന്നെ തങ്ങൾ എ പിക്ക് നന്നായിട്ട് എ പിനെ ഫയർ ചെയ്തു. അതിനുശേഷം അങ്ങനെ നിരന്തരം തങ്ങൾ ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ദീനല്ല എന്ന് തങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി എന്നർത്ഥം. തങ്ങളുടെ പേരക്കുട്ടി പോലും ഇവർക്ക് എതിരായി തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ പറയൂ, ഇപ്പൊ തങ്ങളെ പേരക്കുട്ടി, തങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന പേരക്കുട്ടി സെയ്ദ് ഫളൽ ഇന്ന് നിങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി പൂർണ്ണ പിന്തുണ തരുന്നില്ല. അത് കഴിഞ്ഞ് മുജാഹിദിന്റെ അലിമദനി ഉള്ളാൾ തങ്ങളുടെ വീട്ടിന്റെ തൊട്ടു മുന്നിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാനും നൗഷാദ് ഹസനിയും അവിടെ മറുപടി പരിപാടിക്ക് പോയി. അന്ന് തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഭക്ഷണം. തങ്ങളെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പുറത്തെ ബെഞ്ചിൽ തങ്ങൾ ഇരിക്കുന്നുണ്ട്. തങ്ങളെ കണ്ടപ്പോൾ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് അവിടെ നിന്നു. അപ്പൊ എന്നോട് അവിടെ ഇരിക്കടാന്ന് പറഞ്ഞു. ഞാൻ നിലത്തിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചു, തങ്ങളൊരു പ്രത്യേക ആ വികാരത്തോടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾ എന്നോട് ചോദിച്ചു, എന്താടാ നീ ആരടാന്നൊക്കെ ചോദിച്ചു. തങ്ങളെല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം. ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്തേ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് എന്നെ പ്രസംഗിപ്പിക്കായിരുന്നത്? അപ്പൊ എനിക്ക് കാരണം അറിയോ? എനിക്ക് കാരണം അറിയില്ലല്ലോ. അപ്പൊ തങ്ങൾ തന്നെ കുറെ കാരണങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇവർ ദുന്യാവിന്റെ ആളുകളാണ്, ദീനിന്റെ ആളുകളല്ല. ഇതിന് സാക്ഷികളായ തങ്ങളുടെ പേരക്കുട്ടി അടക്കം ആ നാട്ടിലെ പ്രവർത്തകരും, അതുപോലെ ഇപ്പൊ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നൗഷാദ് ഹസന്റെ പേര് പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. നൗഷാദ് ഹസനി, പിന്നെ അലവി സക്കാഫിയെ ചവിട്ടി പുറത്താക്കിയ ആളുണ്ടല്ലോ, അലവി സക്കാഫിയെ കസേരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ആളെ, ആ ചവിട്ടിന് നേതൃത്വം നൽകിയ മുസ്തഫ ഹാജി,
ഇവരൊക്കെ ഈ സംഭവങ്ങൾക്ക് എത്രയോ സമയം സാക്ഷികളാണ്. ഇന്നും വേങ്ങരയിൽ അൽ-ഇഹ്സാനിലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മുബാറക്ക് സാക്ഷിയാണ്. അവനായിരുന്നു ഡ്രൈവർ അന്ന്. അങ്ങനെ അവരൊക്കെ സാക്ഷിയായ സംഭവമാണ്. എ പിക്കെതിരെയും എ പി സംഘടനയ്ക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഇവരുടെ നിലപാടുകൾക്കെതിരെയും ഉള്ളാൾ തങ്ങൾ സ്വീകരിച്ച ശക്തമായ നിലപാട് കാരണമാണ് ഉള്ളാൾ തങ്ങളെ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കിയതാണ്. ഇങ്ങനെ പലപ്പോഴും ഉള്ളാൾ തങ്ങൾ ചോദ്യങ്ങൾ ഇവർക്കെതിരെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാന കാലത്ത് ഉള്ളാൾ തങ്ങൾ സുഖമുള്ളപ്പോൾ തന്നെ ഇവരുടെ മുഷാവറകളിൽ പോകാതെയായി. അതുകൊണ്ട് ഉള്ളാൾ തങ്ങൾ ശംസുൽ-ഉലമയുടെ സാമീപ്യവും ശംസുൽ-ഉലമയുമായി ബന്ധപ്പെടാനും കൊതിച്ചിട്ടുണ്ട് എന്ന് അവസാനം കുടുംബത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മുതലക്കുളത്തെ പരിപാടിയിലേക്ക് ഞാൻ പോകുമ്പോൾ ആ തറവാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ഇളം തലമുറയിലൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വല്യുപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ വല്യുപ്പാനെയും കൂട്ടി അങ്ങോട്ട് വരുമായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് മുതലക്കുളത്തേക്കുള്ള വേദിയിലേക്ക് പോകാൻ പോയിക്കോളൂ, ധൈര്യമായി സമസ്തയിൽ പോയി സത്യം വിളിച്ചു പറയൂ, സമസ്തയാണ് സത്യമെന്ന് വിളിച്ചു പറഞ്ഞു തന്നത്, ആ കുടുംബത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു തന്നത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഇപ്പോഴും പറയാൻ പറ്റും. റബ്ബിൽ വിശ്വാസമുള്ളവർക്ക് അത് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് നിങ്ങളുടെ പണി നോക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഈ വിഷയത്തിൽ ഇവർ തങ്ങളെ അവഗണിക്കാനുള്ള പ്രധാന കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്, ചുരുക്കുക. നല്ല വിശദീകരണം. കാരണം ഇത് ഇവരെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഡ്ഢിത്തം ഇത് നമ്മൾ കണ്ടെത്തുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി ഉസ്താദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കൈകളിൽ ഇത് കണ്ട ഉടൻ തന്നെ അദ്ദേഹം അത് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ എനിക്ക് അയച്ചു തന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു, കണ്ടോ ഇവര് ഉള്ളാൾ പിന്നെ ബഹുമാനപ്പെട്ട മറ്റേ നമ്മുടെ ഉസ്താദിനെ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയാണ് അവര് സംഘടനയുടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പോൾ എം ടി ഉസ്താദിനോട് തിരിച്ചു വന്നു, അതല്ലല്ലോ അതിനേക്കാൾ അപകടം അവർ ഉള്ളാൾ കുഞ്ഞിക്കോയെ തങ്ങളെ തള്ളിക്കളഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ അത് വലിയൊരു വിഷയമാണല്ലോ. ആലോചിക്കണങ്ങള്, കണ്ണിയത്ത് ഉസ്താദിനെ ആക്കിയത് വലിയൊരു തെറ്റ്. മഹാനവറുകൾ ഒരിക്കലും വെറുക്കൂല. മഹാനവറുകൾ 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് ഒരു പ്രസ്ഥാനത്തേക്ക് മഹാനവറുകളെ കൊണ്ടുവന്നിട്ട് മരണത്തോടുകൂടിയല്ലാതെ അതിന് പിരിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുലമ ഇവരെന്നെ പറയുന്നില്ലേ, ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പുറത്തു പോന്നു, ഞങ്ങൾ വേറെ ഉണ്ടാക്കിയെന്ന് അവരെന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ രൂപീകരിച്ച ഒരു സംഘടനയിൽ അന്ന് തന്നെ മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ്, ആ കണ്ണിയത്തുസ്താദിനെ മറ്റൊരു സംഘടനയിൽ അദ്ദേഹം പ്രസിഡന്റാക്കി ഇവർ ചിത്രീകരിച്ചു. വേറൊരു ജമിയത്തുലമയിൽ, ഒരു വ്യാജ ജമിയത്തുലമയിൽ. അത് വലിയ പാതകമാണ്. അവർ ചെയ്തത് സത്യത്തിൽ അവർക്കെതിരെ ആ പുസ്തകത്തിനെതിരെ കേസ് കൊടുത്താൽ അദ്ദേഹം വളരെ അപകടത്തിൽപ്പെടും. അദ്ദേഹത്തിന്റെ കുടുംബം പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കാര്യത്തിന് മുതിർന്നാൽ വലിയ ഒരു തെറ്റ്, വലിയൊരു തെമ്മാടിത്തരം, ഒരു വലിയ ഫ്രോഡുലന്റ് കമ്മിറ്റ്മെന്റ് ആണ് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഒരു കറാമത്ത് എന്നുള്ള നിലക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. സത്യം ഹക്കിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ബാത്തിൽ ആയ കാര്യങ്ങൾ അവർ തന്നെ അംഗീകരിക്കൂല കാലം കഴിയുമ്പോൾ. അത് ഈ ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ ഇവിടുന്ന് മരണപ്പെട്ടു പോയിട്ട് ഇപ്പൊ എത്രയായിട്ടുണ്ടാവും അഹമ്മദ് അലി സാഹിബ്? ഏകദേശം എത്രയായിട്ടുണ്ടാവും? ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങൾ ഇവിടുന്ന് മരണപ്പെട്ടിട്ട് ഇപ്പൊ ഏകദേശം എത്രയായിട്ടുണ്ടാവും? ഒരു 2 കൊല്ലമായോ? 1 കൊല്ലമായിട്ടുള്ളൂ. 1 വർഷത്തിന്റെ ഉള്ളിൽ അല്ലേ, 1 വർഷം കൊണ്ട് ആരെ മറന്നു? 1 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങളെ മറക്കുകയാണ്. ഭയങ്കര ഒരു സംഭവമാണല്ലോ. അവരുടെ കിതാബുകളിൽ, അവരുടെ രചനകളിൽ അവര് പരിചയപ്പെടുത്തുന്നത് അല്ലേ. അപ്പോ ഇത്രമാത്രം 1989 മുതൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു സമാന്തരമായി അവർ രൂപീകരിച്ച ഈ സുന്നി ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ്. നിഷേധിക്കാൻ പറ്റുമത്? അത് നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവര് ഒരു പുസ്തകം രചിക്കുക.
അപ്പൊ അവർക്കൊക്കെ അവരുടെ നേതൃത്വത്തെക്കുറിച്ച് എന്തോ, അല്ലെങ്കിൽ അവരുമായി കാര്യമായ, പിന്നെ ബഹുമാനപ്പെട്ട യാമന്ത് അലി സാഹിബ് പറഞ്ഞതുപോലെ കാര്യമായി അദ്ദേഹത്തോട് പിണക്കമുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രസിഡന്റായി അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന നാളെയുടെ ഭാവിയുടെ തലമുറ ഇത് വായിച്ചറിയുമ്പോൾ വല്ലാത്തൊരു നാണക്കേട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. രണ്ടിലൊരു കാര്യം സത്യമാണല്ലോ. കഴിവില്ലാത്ത ഒരാള്, ഒരു വിവരമില്ലാത്ത ഒരാള് അറിയാതെ എഴുതിപ്പോയതൊന്നല്ലോ. ഇപ്പൊ എം എ അബ്ദുൽ ഖാദർ ഓലി ഒരു പ്രസിഡന്റായിരുന്നു, ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ഓർമ്മ കിട്ടിക്കോണമെന്നില്ല. കാരണം എം എ പ്രസിഡന്റായി വന്നത് ആകെ ഒരു കുറച്ച് മാസങ്ങളിൽ മാത്രമാണ് എം എ പ്രസിഡന്റായത്. അതില്ലേ, അതിനു മുമ്പും അതിന് ശേഷവും ഒക്കെ പ്രസിഡന്റുവരല്ലേ. അതിനിപ്പോ ശേഷം പ്രസിഡന്റ് ആയാൽ അത്യാവശ്യകാലം, ഇപ്പോൾ കുറച്ചു കാലം 1 വർഷത്തോളമായി. അതിന് മുമ്പുള്ള ആൾ 25 വർഷത്തോളം പ്രസിഡന്റായില്ലേ. അത്ര വലിയൊരു കാലയളവ് പ്രസിഡന്റായ ഒരാളെ മറക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് മറന്നുകൊണ്ട് സംഭവിച്ചതല്ല, പരിപൂർണമായും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് യാമന്ത് അലി പറഞ്ഞതാവാം, മറ്റൊന്ന് ഇന്ന് കേരളത്തിലൊക്കെ പിന്നെ പരിചിതമായ ഒരു വിഷയമാവാം. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയിലേക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ തയ്യാറാകാത്തത്. അത് ശരിക്കൊരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ തന്നെ തെളിവ് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവർക്കെന്തോ ഒരു നാണക്കേട്, എന്തോ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ഉദ്ധരിക്കുന്നതിൽ എന്തോ വല്ലാത്ത ഒരു ക്ഷീണം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന കാര്യം സത്യമാണ്. ഇത് ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളുടെ സ്ഥിതിയാണെങ്കിൽ കാന്തപുരത്തിന് ശേഷം അവരുടെ ശിഷ്യന്മാർ കാന്തപുരത്തിന്റെ പേര് എവിടെയെങ്കിലും ഉപയോഗിക്കും എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടോ? കാര്യമായി അവർക്കൊരു രചന നടത്തുമ്പോ, ഒരു കിതാബ് രചിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കാന്തപുരമായിരുന്നു ഞങ്ങളെ നേതാവ് എന്ന് എഴുതി വെക്കില്ല. കാരണം ഭാവി തലമുറ, വരാൻ പോകുന്ന ആളുകൾ അദ്ദേഹത്തെ വ്യാജനായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞു. ഒരു വ്യാജൻ എന്നതിന് ഒരു ആൾ രൂപമുണ്ടെങ്കിൽ ഈ ന്യൂലുക്ക്, നിങ്ങളെ മറ്റേ ന്യൂലുക്ക് 2015 നിങ്ങൾ മൈക്കുവാണോ ലൈവേറ്റെ? ന്യൂലുക്ക് 2015 നിങ്ങൾക്ക് മൈക്കുവാണോ? എന്നാ പിന്നെ ഇടക്ക് ഇങ്ങനെ കൈ പൊന്തിക്കരുത്. ഇടക്ക് നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്യുമ്പോഴേ ഇത് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് മൈക്ക് വേണം എന്നിങ്ങനെ ഒരു തോന്നൽ വരികയാണ്. അതുകൊണ്ടാണ്. അല്ലല്ല, പിന്നെ ഇതൊന്നും വേണ്ട, റെഡ് ഡോട്ടൊന്നും വേണ്ട. അയാള് പറഞ്ഞാൽ കേൾക്കണ ആൾ തന്നെയാണ്. മുപ്പർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ റൈസ് ഹാൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ മൈക്കിനായിരിക്കും എന്നിങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് മാത്രമാണ് റെഡ് ഡോട്ടൊക്കെ ഒഴിവാക്കിക്കളി മുപ്പര് പറഞ്ഞാൽ കേൾക്കുന്നത് തന്നെയാണ്. അപ്പോ അല്ലേ, അതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത് കേട്ടോ. നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇടക്കിങ്ങനെ അതെ, കേരള യാത്രയിൽ നിന്ന് തന്നെ കാന്തപുരനായി. അതൊക്കെ ഒരു പഠനമാണല്ലോ. നമ്മൾ പഴയ കാലത്ത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഈ അതിസാരമുള്ള കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കൊടുത്ത മാതിരി എന്ത് കൊടുത്താലും ഇങ്ങോട്ട് തന്നെ പോരുമല്ലോ അല്ലേ. ബിരിയാണി കൊടുത്താൽ ബിരിയാണി അപ്പം തന്നെ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ബിരിയാണി വേണ്ട നെയ്ച്ചോറായിക്കോട്ടെ എന്നിട്ട് നെയ്ച്ചോറും ഇങ്ങോട്ട് പോരും. എന്നാൽ അതും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് സാധാരണ തേങ്ങാച്ചോറായിക്കോട്ടെ വെച്ചാൽ തേങ്ങാച്ചോറ് കൊടുത്താൽ അതും ഇങ്ങോട്ട് പോരും. ഇനി അത് വേണ്ട ചക്കക്കൂട്ടാൻ കഞ്ഞിയാക്കാന്ന് പറഞ്ഞാൽ അതും ഇങ്ങോട്ട് പോരും. കൊടുക്കണ കഞ്ഞിന്റെ വെള്ളം പോലെ പുറത്തു പോരും. അതുമാതിരിയാണ് കാന്തപുരത്തിന് പേര് പല പേരും ഇട്ട് നോക്കി. മൗലാന ഇട്ട് നോക്കി, ആളുകൾ അംഗീകരിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അൽഷിഫ എന്നിടാത്ത നന്നായി. ഏതായാലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അൽഷിഫ EMS എന്നൊക്കെ ഹോസ്പിറ്റലിൽ വേറൊക്കെ പാടിടാത്ത നന്നായി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് മറ്റേത് ഇട്ട് നോക്കി. എന്ത് മറ്റേ ഷെയ്ഖുന നിട്ടു. കുറെ കുനാന്നിങ്ങനെ കേട്ടു എന്നല്ലാതെ സത്യത്തിൽ അതൊരു ക്ലച്ച് പിടിച്ചില്ല. ഒരു കൂനും ക്ലച്ച് പിടിക്കണില്ല. അങ്ങനെ എന്തൊക്കെ പേരുകൾ ഇവരിട്ടു നോക്കി. കുത്തുബുൽ പിന്നെന്തേന്നു കുത്തുബുൽ ആലം, എന്തെന്ന് മൂപ്പർക്കൊരു പേര് കുത്തുബുൽ ആലം എന്നോ അതോ എന്തോ ഷെയ്ഖുല്ലാലോ എന്തൊരു പേരിട്ടീന്നല്ലോ, കുത്തുബുല്ലാലം. അതും ക്ലച്ച് പിടിച്ചില്ല. അങ്ങനെ ഇവരെ കൊണ്ട് കഴിയുന്ന കുത്തുബുസ്സമാനല്ല, കുത്തുബുല്ലാലം, കുത്തുബുസ്സമാൻ, സുൽത്താനുൽ ഉലമ, എന്തൊക്കെ പേരിട്ടു, കമറുൽ ഉലമ. ഇതൊന്നും ക്ലച്ച് പിടിക്കാതെ അതിസാരം പിടിച്ച കുട്ടികൾക്ക് പിന്നെ ചക്കക്കൂട്ടാൻ കൊടുത്ത മതി ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ പോയിരുന്നു. എല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ അല്ലേ ആഹിറുസമാൻ എല്ലാ പേരിട്ടുകൊള്ളു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു കൾപ്രിറ്റായൊരു പേരുണ്ടാവുമല്ലോ. അതായത് എന്ത് പേരെന്ന് അതിന് പറയാം, ഒരാളുടെ
മോശമായ പേര്, കുപ്രസിദ്ധ നേടിയ, അദ്ദേഹത്തിനെതിരെ കുപ്രസിദ്ധമായ ഒരു പേരുണ്ട്. ആ പേര് അദ്ദേഹത്തിന് നിലനിന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ലൈവ് എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ബഹ്റൈനിൽ നിന്ന് ഉള്ള ലൈവ് കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പരമാവധി ആളുകൾ നമ്മളെ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. തുടങ്ങിയിട്ടില്ല? പാട്ടാണോ? തുടങ്ങിയാൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അവിടെ നമ്മൾ നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ തുടങ്ങും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പിന്നെ ഈ മജീദ് ചോലക്കാട് എന്താ? ചോലക്കോട് അറിയിക്കുമല്ലേ? ആയിക്കോട്ടെ എന്നാ ഇൻഷാ അല്ലാഹ്. എന്നത് ആയിക്കോട്ടെ, ദുആ മുതലനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ മുതലനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് മതി ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അത് കുറച്ച് സമയം മാത്രമാണ് ഉണ്ടാകുക. അത് കഴിഞ്ഞ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു പല ക്ലിപ്പുകളുമായി നമ്മുടെ ചർച്ച പുരോഗമിക്കണം എന്ന് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിർത്തി താൽക്കാലികം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.